സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഹരി ഓം. ഈ മന്ത്രം അല്ലെങ്കിൽ ഈ ശ്ലോകം എന്താണ്, അതിൻ്റെ ആന്തരികമായ അർത്ഥങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കെല്ലാവർക്കും ഗുരുസ്ഥാനീയനായിട്ടുള്ള സാറ് ഇതിനു മുൻപ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഭാഗവതം എന്തിന് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാലും അതിൻ്റെ ഒരു ഔപചാരികതയുടെ പേരിൽ ഞാൻ പറയുകയാണ്. നമ്മുടെ ബാക്കിൽ എഴുതിയിരിക്കുന്നതാണ് ഭാഗവതത്തിൻ്റെ ആവശ്യം. സത്യം പരം ധീമഹി, പരമമായ സത്യത്തെ ബോധിക്കുക. ആ ബോധ്യപ്പെടാൻ പല മാർഗങ്ങളുണ്ട്. അതിൽ മിക്കവാറും എല്ലാ മാർഗങ്ങളും കവർ ചെയ്യുന്ന, ഉൾക്കൊള്ളുന്ന ഒരു മഹത് ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അവിടെ സാംഖ്യയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ജ്ഞാനയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ക്രിയായോഗത്തെക്കുറിച്ച്, അങ്ങനെ എല്ലാതര മാർഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഭാഗവതം എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഓടി വരുന്നത് ഭക്തിയുടെ ഒരു പ്രഭാവമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ സാർ ഇവിടെ പറഞ്ഞു നിർത്തി ഭക്തിയുടെ 2 മക്കൾ എന്നുള്ള കാര്യവും. അപ്പോൾ എന്താ ഭക്തി എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. നാരദ മഹർഷിയുടെ വാക്കെടുത്ത് പറയുകയാണെങ്കിൽ സാത്തു അസ്മിൻ പരമപ്രേമരൂപ എന്ന് പറയും. ഭഗവാനോട് തോന്നുന്ന പരമമായ പ്രേമത്തെയാണ് ഭക്തി എന്ന് നാരദ മഹർഷി പറയുന്നുണ്ട്. ശങ്കരാചാര്യർക്ക് മറ്റൊരു അഭിപ്രായമാണ് സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയതേ എന്ന് പറയുന്നുണ്ട്. സ്വന്തം സ്വരൂപത്തെക്കുറിച്ചുള്ള അനുസന്ധാനമാണ് ഭക്തി എന്ന് ഭഗവാൻ ശങ്കരാചാര്യർ പറയുന്നുണ്ട്. രണ്ടും പരമാർത്ഥത്തിൽ ഒന്നാണ്, വാച്യാർത്ഥത്തിൽ മാത്രമാണ്. ലക്ഷ്യാർത്ഥത്തിൽ ഒന്നാണെങ്കിലും വാച്യാർത്ഥത്തിൽ മാത്രമാണ് വ്യത്യാസമായിട്ട് തോന്നുന്നതാണ് വാസ്തവത്തിൽ അതുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഭാഗവതം, അതിലെ മംഗളശ്ലോകങ്ങളെല്ലാം കഴിഞ്ഞു. ആ മംഗളശ്ലോകത്തിൽ 2 തരം സാധനയാണ് പറഞ്ഞത്. ഒന്ന് അന്വയ സാധന, 2 വ്യതിരേക സാധന. അതുകൊണ്ടാണ് ജന്മാദി എന്നുള്ള ആ ശ്ലോകത്തിൽ അന്വയ വ്യതിരേക സാധനങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഭാഗവതത്തിൻ്റെ പ്രയോജനം എന്ത് എന്നിവിടെ പറയാണ്. താപത്രയോന്മൂലനം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ 3 വിധ താപങ്ങൾ നമുക്കുണ്ടാവില്ല. കേൾക്കുക എന്ന് മാത്രം പോരാ, കേട്ടത് കൊണ്ട് ഉണ്ടാവുക എന്നുള്ള കാര്യം ഉറപ്പില്ല. കേട്ടത് ഉൾക്കൊള്ളുകയും ഉൾക്കൊണ്ടതിനനുസരിച്ച് ബുദ്ധിയിൽ ബോധിക്കുകയും ചെയ്യണം. കേട്ടാൽ മാത്രം ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ അതങ്ങോട്ട് പോലെ. അങ്ങനെ വരുന്ന സമയത്ത് താപത്രയോന്മൂലനം, അപ്പോൾ 3 താപങ്ങളും ഇല്ലാതാവും. ഏതൊക്കെയാണ് 3 താപങ്ങളെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആദി ഭൗതികം, ആധ്യാത്മികം, ആദി ഭൗതികം, ആദി ദൈവികം. ഈ 3 താപങ്ങൾ എത്ര കാലം നമ്മളിലുണ്ടോ അത്രയും കാലം ഭാഗവതത്തിൻ്റെ വിചിന്തനം നമ്മൾ ചെയ്യണമെന്ന് മറ്റൊരർത്ഥത്തിൽ പറയാം. കാരണം ഇത് കേട്ട് കഴിഞ്ഞാൽ ഇത് 3 ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് ഇത് 3 ഇല്ലാതിരിക്കുന്നത് വരെ ഇത് കേട്ടാൽ മാത്രം പോരാ, അതിനെക്കുറിച്ച് ശ്രോതവ്യ, മന്തവ്യ, നിദിതാവ്സിതവ്യ എന്ന് പറഞ്ഞത് കേൾക്കണം, അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യണം. ആ വിചിന്തനം ചെയ്ത് ഉറപ്പിച്ച കാര്യത്തെ ബുദ്ധിയിൽ ദൃഢമായിട്ട് ആവേശിപ്പിച്ച് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യണം. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഏതുവരെ ചെയ്യണം? എപ്പോഴാണോ നമുക്ക് 3 താപങ്ങളുടെയും ആബ്സെൻസ് ഉണ്ടാവുന്ന അതുവരെ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഈ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തിലേക്ക് കടക്കുമ്പോൾ എന്താണ് ഭാഗവതം, എന്തിനാണ് ഭാഗവതം എന്നുള്ളതെല്ലാം പറയുന്നു. അങ്ങനെ ആ ഭാഗവതത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം 24 അവതാരങ്ങളെക്കുറിച്ച് വളരെ ലഘുവായിട്ട് വർണ്ണിച്ച് പിന്നീട് വരുന്ന വ്യാസൻ്റെ ഗ്ലാനിയാണ്. ഭാഗവതം രചിക്കാനുണ്ടായ ഒരു ഭാഗമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക്
ആ വ്യാസൻ്റെ ഗ്ലാനി, വ്യാസൻ നമുക്ക് എല്ലാവർക്കും അറിയാം, വേദങ്ങളെ പകുത്തെഴുതിയ ആളാണ്. അതുമാത്രവുമല്ല, വ്യാസനെക്കുറിച്ച് പറയുമ്പോൾ വ്യാസായ വിഷ്ണു രൂപായ എന്നാണ് പറയുക. വിഷ്ണു അവതാരമായിട്ടാണ് നമ്മൾ വ്യാസനെ പറയാറുള്ളത്. അപ്പോൾ ആ വ്യാസഭഗവാന് ഒരു ഗ്ലാനി ഉണ്ടാവുക, ഒരു മനസ്സിന് വിഷമം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ പോലെ അദ്ദേഹത്തിന് ഉണ്ടാവാനുള്ള സാധ്യതയൊട്ടുമില്ല. പിന്നെ എന്താ ഉണ്ടായത്? ധാർമ്മികമായ ഒരു ഗ്ലാനിയാണ് ഉണ്ടായത്. ജനങ്ങളുടെ കല്യാണത്തിന് വേണ്ടി എല്ലാം ചെയ്തെങ്കിലും, വേദങ്ങളെ പകുതി എഴുതിയെങ്കിലും, വേദങ്ങളെ 4ആക്കി ക്ലാസിഫൈ ചെയ്തെങ്കിലും, ഇതിഹാസ പുരാണങ്ങളെ രചിച്ചുവെങ്കിലും എന്തിൻ്റെയോ ഒരു ആബ്സെൻസ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തെ കാർന്ന് തിന്നുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മുടെ നാരദ ഭഗവാൻ അവിടെ എത്തുന്നത്. അപ്പോൾ നാരദ ഭഗവാനോട് ഒരു പക്ഷെ നമ്മൾ ആരും ചോദിക്കാത്തൊരു ചോദ്യം ആ ഋഷിയോട് വ്യാസൻ ചോദിച്ചു. വ്യാസൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വ്യക്തിത്വത്തെ മനസ്സിലാക്കാനുണ്ട്. അദ്ദേഹം ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരമാണ്. പിന്നെ വേദങ്ങളെല്ലാം ക്ലാസിഫൈ ചെയ്തതാണ്, തരംതിരിച്ച ആളാണ്. എല്ലാ വേദങ്ങളും 4 വേദങ്ങളും ഹൃദയസ്ഥമായിട്ടുള്ള വ്യക്തിയാണ്. പുരാണങ്ങൾ രചിച്ചയാളാണ്, ഇതിഹാസം രചിച്ചയാളാണ്. അപ്പോൾ ഇത്രയെല്ലാം കാര്യമുണ്ടായിട്ടും അദ്ദേഹം ഒരു വിനയം അവിടെ കാണിക്കുകയുണ്ടായി. ഒരു പക്ഷേ സാധാരണക്കാരായിട്ടുള്ള നമുക്ക് പലപ്പോഴും ഇല്ലാത്തൊരു പരിപാടി ഇതാണ്. അപ്പോൾ നമ്മുടെ നാരദ മഹർഷി വന്ന സമയത്ത് അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ പൂജിച്ച്, അപ്പോൾ നാരദ മഹർഷി ചോദിക്കുന്നുണ്ട്, എന്താ അങ്ങയുടെ മുഖത്തൊരു ഗ്ലാനി എന്ന്. അപ്പോൾ വ്യാസഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു, എന്നിട്ടും എന്തോ ഒരു കുറവുണ്ട്. ഇവിടെ പറയുന്നു, മേ ന്യൂനം അലവ് വിചക്ഷ, എന്നിൽ എന്തോ ഒരു കുറവ് ഞാൻ കാണുന്നുണ്ട്, അതൊന്ന് തിരുത്തി തരണമെന്ന്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ഗുരുക്കന്മാരെ കാണുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും പറ്റുന്നത്, നമ്മൾ എന്തെല്ലാം പഠിച്ചു, നമുക്ക് എന്തെല്ലാം വശമുണ്ട്, അതങ്ങോട്ട് പറയുക എന്നുള്ളതിനേക്കാൾ ഏറെ അവരിൽ നിന്ന് എന്ത് ഇങ്ങോട്ട് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെന്തുണ്ടാവണം? ഒരു വിനയം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. മഹാരഥന്മാരായിട്ടുള്ള പല ഗുരുക്കന്മാരും, ഇപ്പോൾ മറ്റേ ചട്ടമ്പിസ്വാമി പരമ്പരയിലുള്ള സ്വാമിജിമാരെല്ലാവരും അവരിൽ മഹാപണ്ഡിതന്മാരായിട്ടുള്ള സ്വാമിജിമാർ പോലും മറ്റ് സന്യാസിമാരെ കാണുന്ന സമയത്ത് അവർ തമ്മിലുള്ള ആശയസമ്പാദത്തിൽ എപ്പോഴും അവരെടുത്തിട്ടുള്ള ഭാവം ശിഷ്യൻ്റേതാണ്. അപ്പോൾ ഈ ഒരു വിനയം നമുക്ക് ഉണ്ടാവണം. വിദ്യ വിനയത്തെ പ്രദാനം ചെയ്യുന്നതാണ്. ആ വിനയം കാണുന്ന സമയത്താണ് നാരദ മഹർഷി പറയുന്നു, നീ എല്ലാം ചെയ്തുവെങ്കിലും ഭഗവാന്റെ ചേഷ്ടകളെ നീ വേണ്ടത്ര വിവരിച്ചില്ല. അതുകൊണ്ട് ആ ചേഷ്ടകളെ നീ ജനങ്ങളുടെ കല്യാണത്തിന് വേണ്ടി വിവരിക്കണം എന്നാണ് പറഞ്ഞത്. എങ്ങനെ വിവരിക്കണം? അതിവിടെ പറയേണ്ടത്, സമാധിന അനുസ്മര തദ് വിചേഷ്ടിതം. നീ സമാധിയിലാണ് അതിനെ കാണേണ്ടത്. വെറുതെ ബുദ്ധി കൊണ്ട് ആലോചിച്ചുണ്ടാക്കിയാൽ മാത്രം പോരാ, കപോല കൽപ്പനയാവരുത്. പിന്നെന്ത് വേണം? സമാധിയിൽ ഉണ്ടാവണം. അപ്പോൾ എന്ത് സമാധി വെച്ചാൽ ദിയെ, മനസ്സിനെ വേണ്ട വിധത്തിൽ നിർത്തുന്നതിൻ്റെ പേരാണ് സമാധി. പല അർത്ഥങ്ങളിൽ ഒരർത്ഥമാണ് ഞാൻ പറഞ്ഞത്, ഇത് മാത്രമല്ല അർത്ഥം. ഓക്കെ. അപ്പോൾ ദീക്ക് എന്താ പ്രോബ്ലം? ദീക്കുള്ള പ്രോബ്ലം, ബുദ്ധിക്കുള്ള പ്രോബ്ലം, കുറേ പ്രോബ്ലങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഇഷ്ട അനിഷ്ടങ്ങളാണ്. അപ്പോൾ ഈ ഇഷ്ടാനിഷ്ടങ്ങളെ ഒതുക്കി, പ്രിയാപ്രിയങ്ങളെ ഒതുക്കി, അവനവൻ്റേതായിട്ടുള്ള ഒന്നുമില്ലാതെ എല്ലാം ഭഗവാങ്കൽ സമർപ്പിച്ച്, ഇനി തനിക്കൊന്നുമില്ല എന്നൊരവസ്ഥ, താൻ ഒന്നുമല്ല, തനിക്കൊന്നും നേടേണ്ടതില്ല എന്നൊരവസ്ഥയിൽ എത്തുമ്പോഴാണ് നമ്മൾ സമാധിയിലേക്ക് പ്രവേശിക്കുക. അല്ലാതെ നമ്മൾ ഏത് സാധന ചെയ്താലും ശരി, ആ സാധന താൻ ചെയ്യുന്നു എന്നൊരു ഭാവം നമുക്കുണ്ടാവും. ഒരിക്കൽ കുറേ ആളുകൾ വന്ന് ഒരു സ്വാമിജിയോട് ചോദിച്ചു, സ്വാമിജി ഏതുവരെ എത്തിയെന്ന്. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ, മൂലാധാരം പറഞ്ഞ അങ്ങനെ 6 ചക്രങ്ങളുണ്ടല്ലോ, അതിൽ ഏത് ചക്രം വരെ എത്തിയെന്ന്. അപ്പോൾ സ്വാമിജി തിരിച്ച് ചോദിച്ചു, നിങ്ങളോ? അല്ല, ഞങ്ങൾ 4ാമത്തെ ചക്രത്തിൽ ഇപ്പം അങ്ങ് നിൽക്കുക, ഇനി ബാക്കി 2 കൂടി കയറാനുള്ളൂ എന്ന്. അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾ 4ാമതിൽ നിൽക്കുന്നു എന്നൊരു അഹങ്കാരവും മറ്റൊരാൾ ഏതുവരെ എത്തി എന്നുള്ളൊരു അഹങ്കാരവും അവിടെ ജനിച്ചു കഴിഞ്ഞേ. ആ അഹങ്കാരമില്ലാത്തൊരു ഭാവത്തിനെയാണ് സമാധി എന്ന് പറയുന്നത്. ആ സമാധിയിൽ ഇരുന്നു കൊണ്ട് വേണം സമാധിന അനുസ്മര തദ് വിചേഷ്ടിതം. ഭഗവാന്റെ ചേഷ്ടകളെ നമ്മൾ അവിടെ വെച്ച് ആണ് അന്വേഷിക്കേണ്ടത്. അതിനുശേഷം ഈ മുനിമാരുടെ ഈ അങ്ങനെ അന്വേഷിക്കുന്ന ആ ആളെ നമ്മൾ മുനി എന്ന് പറയുന്നു. ആ മുനിയുടെ ഗുണം ഇവിടെ പറയുന്നു, മുനയോ അല്പഭാഷിണ എന്ന് പറഞ്ഞത്. അല്പഭാഷികളായിരിക്കണം.
അങ്ങനെ അതെല്ലാം പറഞ്ഞതിന് ശേഷം നാരദൻ്റെ പൂർവ്വജന്മം എല്ലാം പറഞ്ഞ് ആ ഭഗവാന്റെ മാഹാത്മ്യത്തെക്കുറിച്ച്, ഭഗവത് കീർത്തനത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നീട് ഭാഗവതം രചിക്കാനുണ്ടായ കഥാസന്ദർഭങ്ങളെ പറയുകയാണ്. അവിടെ മഹാഭാരത യുദ്ധം നടന്നു. അതിനുശേഷം പാണ്ഡവരുടെയും കൗരവരുടെയും സൈന്യത്തിലുള്ള പല ആളുകളും മരിച്ചുപോയി. യുദ്ധാനന്തരം ഭഗവാൻ തൻ്റെ നാട്ടിലോട്ട്, ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ആവാസ സ്ഥലത്തിലേക്ക് പോകാൻ നിൽക്കുന്ന സമയമാണ് ഇന്നിവിടുത്തെ വിഷയം. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയൊരു ഹെഡിങ് അല്ലെങ്കിൽ ക്യാപ്ഷൻ ഇതിന് കൊടുത്തതിന്. അതാര് ചെയ്തതാണെങ്കിലും അതിൽ വളരെ സന്തോഷം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടുത്തെ ക്യാപ്ഷൻ തന്നെ, ഇന്നത്തെ ഇതിൻ്റെ ക്യാപ്ഷൻ തന്നെ കുന്തിയുടെ ഹൃദയവും ഭീഷ്മൻ്റെ പ്രഭാവവുമാണ്. അപ്പോൾ ഇവിടെ കുന്തിയുടെ ഹൃദയത്തിൽ, ആ ഹൃദയത്തെ നമ്മളൊന്ന് കാണണമെന്നാണ് ഇത് ഈ ക്യാപ്ഷൻ കൊടുത്ത ആളുകൾ നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമുക്കൊന്ന് നോക്കാം എന്താണ് കുന്തി എന്നുള്ളത്. അങ്ങനെ ഭഗവാൻ യാത്ര തിരിക്കുന്ന സമയത്താണ് ഉത്തര അവിടെ ഓടി വരുന്നു. ആ ഉത്തരയുടെ ഗർഭത്തിൽ അഭിമന്യുവിൻ്റെ പുത്രനുണ്ട്. ആ അഭിമന്യുവിൻ്റെ പുത്രനെ നശിപ്പിക്കാൻ വേണ്ടി അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഉത്തര ഓടി വന്ന് ഭഗവാനോട് പറയണേ, പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പതേ, ഹേ ഭഗവാൻ, അങ്ങ് ഞങ്ങളെ രക്ഷിക്കണേ. അങ്ങല്ലാതെ ബാക്കി എല്ലായിടത്തും എത്ര മൃത്യു പരസ്പരം എന്നാണ് പറഞ്ഞത്. എല്ലായിടത്തും പരസ്പരം മൃത്യുവാണ്. എന്ന് വെച്ചാൽ എല്ലാവരും മറ്റൊരാളെ ആശ്രയിച്ച് മരണത്തിന് അടിമപ്പെട്ട് കഴിയുന്നു. അങ്ങ് മാത്രമാണ് മരണത്തിന് അതീതനായ ഒരാൾ. അതുകൊണ്ട് അങ്ങ് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുന്നു. ന അഭയം നാന്യം തദഭയം, അങ്ങേ കൂടാതെ മറ്റൊരു അഭയം ഞങ്ങൾ കാണുന്നില്ല എന്ന് പറയുന്നു. ആ സമയത്ത് ഭഗവാന്റെ സുദർശനത്തിൻ്റെ തേജസ് കൊണ്ട് ബ്രഹ്മാസ്ത്രം ബ്രഹ്മദേവൻ്റെ കൃപ കൊണ്ടുണ്ടായതാണെങ്കിൽ പോലും ബ്രഹ്മാസ്ത്രത്തെ നശിപ്പിക്കാൻ ഈ ലോകത്ത് മറ്റൊന്നിനും കഴിയില്ല എങ്കിൽ പോലും സുദർശനത്തിൻ്റെ പ്രഭാവത്തിൽ ബ്രഹ്മാസ്ത്രം നിസ്തേജസ്സമാകുന്നു. അങ്ങനെ ആ ബ്രഹ്മാസ്ത്രം കൊണ്ട് ഈ പഞ്ചപാണ്ഡവന്മാരെയും രക്ഷിച്ച് അതിനുശേഷം ഉത്തരയുടെ ഗർഭത്തിൽ ചെന്ന് അവിടെ അവിടെ ഉള്ള ആ കുട്ടിയെ പരീക്ഷത്തിനെ സംരക്ഷിക്കുന്നുണ്ട്. ആ സമയത്താണ് കുന്തി ദേവി സ്തുതിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഒരു കുന്തിയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. കുന്തിയുടെ മനസ്സ് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. അത് സത്യസന്ധമായി പറഞ്ഞാൽ കുന്തിയുടെ മനസ്സിനെ അളക്കാനുള്ള ഒരു അളവുകോലോ ഒരു ത്രാണിയോ ഒരു കഴിവോ നമുക്കില്ല, എനിക്കില്ല. പിന്നെയും നമ്മുടെ ബുദ്ധിയുടെ വൈഭവം അനുസരിച്ച് നമ്മുടെ ബുദ്ധിയുടെ എത്ര കണ്ട് പോകാൻ പറ്റുമോ അത്രയും കണ്ട് പോകുന്നുള്ളൂ. ഇതിനപ്പുറത്താണ് കുന്തി ദേവി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് രണ്ട് തരം ഭക്തിയായിട്ടാണ് പൊതുവിൽ കാണാറുള്ളത്. ഒന്ന് വിധിവിധാനത്തോട് കൂടിയിട്ടുള്ള ഭക്തി. വിധിവിധാനത്തോട് കൂടിയിട്ടുള്ള ഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ പറയുക, ഡൂസ് ആൻഡ് ഡോൺസ് ഉള്ള വിധി നിഷേധങ്ങളുള്ള ഭക്തി, അതിനെ അപരാഭക്തി എന്ന് പറയും, ഗൗണഭക്തി എന്ന് പറയും. അതിനകത്ത് വരുന്നു മൂന്ന് തരം ആളുകളും. ആരെല്ലാമാണ്? ഭക്തന്മാരെ നാലായി തിരിച്ചിട്ടാണ് പൊതുവെ പറയാറുള്ളത്. ഭഗവത്ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആർത്തഹ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി എന്ന് പറഞ്ഞു. ആ ജ്ഞാനി ഒഴിച്ച് ബാക്കിയുള്ള മൂന്ന് പേരും ഈ ഗൗണി ഭക്തിയുടെ കീഴെ വരുന്നവരാണ്. ഈ ഗൗണി ഭക്തി അല്ലാതെ, താഴത്തതുള്ളതല്ലാതെ ഒരു നല്ല ഭക്തിയുണ്ട്, അതിൻ്റെ പേരാണ് പരാഭക്തി. അവിടെ വരുന്നു ജ്ഞാനികൾ. ഇനി നമുക്ക് നോക്കാം. ഇപ്പോൾ വേദാന്തമാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ വേദാന്തത്തിലെ ഉപനിഷത്തുകളുണ്ട്. ആ ഉപനിഷത്തുകൾക്ക് നമുക്കൊരു പ്രവേശികയായിട്ട് വരുന്നത് പ്രകരണ ഗ്രന്ഥങ്ങളാണ്. ആ പ്രകരണ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ലളിതമായിട്ടുള്ളതും ഏറ്റവും തുടക്കത്തിലുള്ളതുമായിട്ടുള്ളതാണ് തത്വബോധം എന്ന ഒരു പ്രകരണ ഗ്രന്ഥം. ആ ഗ്രന്ഥം പഠിക്കുന്ന സമയത്ത് ആരാണ് ഈ മോക്ഷത്തിന് അധികാരി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, സാധനാചതുഷ്ടയ സമ്പന്നാധികാരിണ മോക്ഷസാധനബോധം. സാധനാചതുഷ്ടയ സമ്പന്നാധികാരിക്കുള്ള മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള കാര്യം ഞാൻ പറയാം എന്നാണ് പറയുന്നത്. അപ്പോൾ മോക്ഷം കിട്ടണമെങ്കിൽ സാധനാചതുഷ്ടയം ഉണ്ടാവണം. ഈ മോക്ഷത്തിൻ്റെ പേരാണ് സത്യം. ഈ മോക്ഷത്തിൻ്റെ പേരാണ് മറ്റൊരു വാക്കിൽ നമ്മൾ പറയുന്നത് ഈശ്വര സാക്ഷാത്കാരം. ആ ഈശ്വരനാവട്ടെ കയ്യും കാലുമുള്ള ഈശ്വരനായിട്ടല്ല നമ്മൾ അവിടെ എടുക്കേണ്ടത്. അവജാനന്തി മാം മോഡാഹ മാനുഷ്യം തനും ആശ്രിതാഹ പരംഭാവം അജാനന്ദ എന്ന ഗീതയിലെ ശ്ലോകം ഓർത്തുകൊണ്ട് വേണം ഈശ്വരൻ എന്ന ശബ്ദത്തിന് നമ്മൾ അർത്ഥമെടുക്കാൻ. എന്താ, എൻ്റെ പരമമായ ഭാവത്തെ അറിയാത്ത മൂഢന്മാരാണ് എനിക്ക് കയ്യും കാലൊക്കെ ഉണ്ട് എന്ന്
അവയവങ്ങളുണ്ട് എന്ന് ധരിക്കുന്നത്. അപ്പോൾ അവിടെ ഈശ്വരൻ എന്ന വാക്കിന് ഈശാവാസ ഉപനിഷത്തിലെയോ മറ്റ് ഉപനിഷത്തുകളുടെയോ ശബ്ദമെടുക്കേണ്ടി വരും. നിയന്ത്രിക്കുന്നവൻ എന്ന അർത്ഥം. ഓക്കെ, അപ്പോൾ ആ ആത്മജ്ഞാനത്തിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് ഭാഗവതത്തിൻ്റെയും ധർമ്മം. അത് ഭക്തിയിലൂടെയാണെന്ന് മാത്രം. അപ്പോൾ ഇവിടെ ഈ ആത്മജ്ഞാനത്തിന് ആരാണ് അധികാരി എന്ന് ചോദിച്ചാൽ അവിടെ സാധനാ ചതുഷ്ടയ സമ്പന്ന അധികാരിണം എന്ന് പറയുന്നത് സാധനാ ചതുഷ്ടയം ഉണ്ടാവണം. അപ്പോൾ എന്താ സാധനം? 2 ടേംസ് ഇവിടെ സാറ് പറയേണ്ടായി. ഒന്ന് വിവേകം, പിന്നെ വൈരാഗ്യം. അപ്പോൾ എന്താണ് വിവേകം? വിവേകം എന്ന് പറഞ്ഞാൽ തത്വബോധത്തിൻ്റെ വാക്കിൽ പറയണമെങ്കിൽ നിത്യ അനിത്യ വസ്തു വിവേക. വിവേകം നിത്യവസ്തു ഏതാണ്, എന്നും നിലനിൽക്കുന്നത് ഏതാണ്, താൽക്കാലികമായി ഉണ്ടായി നശിച്ചു പോകുന്നത് ഏതാണ്, ഇത് രണ്ടിനെയും കുറിച്ചുള്ള വകതിരിവാണ് വിവേകം എന്ന് പറയുന്നു. ആ വിവേകമുള്ള ഒരാൾക്ക് മാത്രമേ ഭക്തനാവാൻ കഴിയൂ. ഒന്ന്. പിന്നെയോ ഇത് ഒന്നേ ആയിട്ടുള്ളൂ. പിന്നെ വൈരാഗ്യം. അതെന്താ? ഇഹ അമുത്ര പരഭോഗാർത്ഥ വിരാഗ വൈരാഗ്യം. ഈ ലോകത്തിലും മറുലോകങ്ങളുമുള്ള ഒരു കാര്യവും വേണമെന്ന് തോന്നാത്തൊരവസ്ഥ, അത് വൈരാഗ്യം. പിന്നെ ശമാധി ഷട്ട് സമ്പത്തി, ശമാധമ ഉപരമ തിദീക്ഷ സമാധാനം മുതലായിട്ടുള്ള ശമാധി ഷട്ക സമ്പത്തി, പിന്നെ മുമുക്ഷുത്വം. ഈ 4 കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ മുക്തിക്ക് അല്ലെങ്കിൽ സത്യത്തെ, പരമമായ സത്യത്തെ ബുദ്ധിയിലേക്ക് ആവാഹിക്കാൻ കഴിവുണ്ടാവുക. ഈ 4 ക്വാളിറ്റീസ് ഉണ്ടാവണം. ഇനി നമുക്ക് കുന്തിയിൽ ഇതുണ്ടോ എന്ന് നോക്കാം. നമുക്കറിയാം കുന്തി ഭോജൻ്റെ മോളാണ് കുന്തി, രാജകുമാരിയായിരുന്നു. ഏതൊരു മനുഷ്യനും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ സത്സംഗത്തിനും പ്രഭാഷണത്തിനും എല്ലാം പോകുന്ന കേൾക്കുന്ന നമ്മളൊക്കെ അങ്ങേർക്ക് ഉണ്ടെന്ന ഒരു ഓമന പേരുണ്ട്, ആള് തനി. ബാക്കി ഞാൻ കേട്ടില്ല. ദുർവാസാവ, അങ്ങനെയല്ലേ പറയാ? ആണെന്നാ അല്ലെന്നാ? ആണേ. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളുടെ പേരാണ് ദുർവാസാവ്. ചെറിയൊരു കാരണം കിട്ടിയാൽ മതി, എത്ര വലിയ ദേഷ്യം വേണമെങ്കിലും വരും. നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മുടെ എല്ലാവരുടെയും ഗുരുക്കന്മാർ അങ്ങനെയുള്ള ആൾക്കാരാണോ എന്ന്. കാരണം നമ്മുടെ ചെറിയൊരു തെറ്റിനും വലിയൊരു ദേഷ്യപ്പെടൽ എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ അനുഭവത്തിൽ, എന്നെ പഠിപ്പിച്ച സ്വാമിജിയിൽ നിന്നാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നാവട്ടെ, ചെറിയൊരു തെറ്റിന് വലിയൊരു ചീത്ത പലപ്പോഴും കേൾക്കുന്നൊരു ശീലം ഉണ്ടായിട്ടുണ്ട്. പിന്നീടാണ് മനസ്സിലായത് വലിയൊരു ചീത്തയൊന്നും അല്ലായിരുന്നു. അങ്ങനെ വലുതോന്ന് പറഞ്ഞാലേ മന്ദബുദ്ധിയായിട്ടുള്ള ഞാൻ മാറുള്ളൂ എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. എന്തോ ആവട്ടെ. അപ്പോൾ ഇവിടെ ഈ ദുർവാസാവ് ഋഷി, അദ്ദേഹത്തിൻ്റെ പ്രോബ്ലം എന്താ, അദ്ദേഹത്തിൻ്റെ മേന്മ എന്താണെന്ന് വെച്ചാൽ, പ്രോബ്ലം അല്ല മേന്മ എന്താ വെച്ചാൽ, ചെറിയൊരു മിസ്റ്റേക്ക് പോലും അദ്ദേഹം അനുവദിക്കില്ല. അങ്ങനെയുള്ള ദുർവാസാവും ഋഷിയെ 15-16 വയസ്സ് പ്രായമുള്ള കുന്തി ദേവി, കല്യാണത്തിന് മുൻപുള്ള ആ പ്രായത്തിൽ ആ പെൺകുട്ടി 1 മാസത്തോളം പരിചരിച്ച് അദ്ദേഹത്തിൽ നിന്ന് ഒരു മന്ത്രം അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം കൊടുത്തു. കുന്തി ദേവി ചോദിച്ചിട്ടല്ല കൊടുത്തത്. അപ്പോൾ ദുർവാസാവ് മഹർഷിയെ പരിചരിക്കുക എന്ന് പറഞ്ഞാൽ അതാരാ പരിചരിച്ചത്? ആരാ? കുന്തി ദേവിയാണ്. അന്ന് ദേവി എന്നുള്ള വാക്ക് ഇവിടെ, കുട്ടി, കുമാരി കുന്തി. ആ കുട്ടി എങ്ങനെയാ? രാജകുമാരിയാണ്. എന്താ രാജകുമാരിക്കുള്ള പ്രത്യേകത? എന്തും തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് അവിടെ വരും. ഇങ്ങനെയൊന്ന് നോക്കിയാൽ മതി, ആ നോട്ടത്തിൻ്റെ അർത്ഥം അറിഞ്ഞ തോഴിമാരത് അവിടെ എത്തിക്കും. ആ പെൺകുട്ടിയാണ് ഈ ഋഷിയെ, ആ ഋഷിക്ക് വേണ്ട എല്ലാ ഉപചാരങ്ങളും ചെയ്ത്. എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ഈഗോ അന്നേ ഇല്ല. താൻ രാജകുമാരിയാണെന്ന ഭാവത്തിലല്ല, താൻ ഇദ്ദേഹത്തിൻ്റെ സെർവൻ്റ് ആണെന്നുള്ള ഭാവത്തിലാണ് ആ കുട്ടി പെരുമാറിയത്. ആ കുട്ടിയുടെ പെരുമാറ്റം കണ്ട് ആ മനീഷിയുടെ ഹൃദയത്തിൽ വാത്സല്യം നിറഞ്ഞ് അനുഗ്രഹിച്ചു. നിനക്ക് നന്മയുണ്ടാവും. പിന്നെ കുറച്ച് മന്ത്രങ്ങളും ചൊല്ലിക്കൊടുത്തു. ഈ മന്ത്രങ്ങൾ കൊണ്ട് നീ ഏത് ഒരാളെ ആഗ്രഹിച്ചാലും ആ വ്യക്തിയിൽ നിനക്ക് സന്താന സൗഭാഗ്യമൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് പാണ്ഡുവിനെ വിവാഹം ചെയ്യുന്നത്. നമുക്കറിയാം പാണ്ഡുവിനൊരു ശാപം കിട്ടിയിട്ടുണ്ട്. ഒരു കാട്ടിൽ ചെന്ന് വേട്ടയാടുന്ന സമയത്ത് അബദ്ധത്തിൽ ഇതുകൊണ്ട് ഒരു ശാപം കിട്ടി. എന്താ ശാപം എന്ന് വെച്ചാൽ, നീ നിൻ്റെ 2 മാൻപേടകൾ, 2 ആളുകൾ മാൻപേടകളുടെ വേഷത്തിൽ പുരുഷൻ സ്ത്രീയെ പ്രാപിക്കാൻ പോകുന്ന സമയത്താണ് ഇദ്ദേഹം അമ്പ് ചെയ്ത് കൊന്നത്. അപ്പോൾ ആ ഒരു ശാപം കൊടുത്തു. അവരൊരു ശാപം കൊടുത്തു. എന്താ ശാപം എന്ന് വെച്ചാൽ, നീ നിൻ്റെ ഭാര്യയെ കാമാസക്തിയോടുകൂടി നോക്കുന്ന നിമിഷം നീ മരിച്ചു പോവട്ടെ, പ്രാപിക്കാൻ പോകുന്ന നിമിഷം നീ മരിച്ചു പോവട്ടെ.
ആ മന്ത്രം പരീക്ഷിക്കാൻ വേണ്ടി കുന്തിദേവി അന്ന് കല്യാണത്തിന് മുമ്പ് പരീക്ഷിക്കാൻ വേണ്ടി സൂര്യഭഗവാനെ വിളിച്ചു. അവിടെയാണ് നമ്മുടെ കർണൻ ഉണ്ടാവുന്നത്. അതിനുശേഷം പാണ്ഡുവിനെ വിവാഹം ചെയ്യുന്നു. അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനൊരു ശാപം കിട്ടിയിട്ടുണ്ടെന്ന്. അതോടുകൂടി കുന്തിദേവിയിൽ ശാരീരികമായ ഒരു പെൺകുട്ടി, യൗവനയുക്തിയായ ഒരു പെൺകുട്ടിക്ക് എന്താണ് ഒരു ഭർത്താവിൽ നിന്ന് ശാരീരികമായ ഒരു സുഖം അതില്ലാതെ ആയി. അതിനെതിരെ ആ കുന്തിദേവി ഒരു കംപ്ലൈൻറ്റും പറഞ്ഞില്ല. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ജയിക്കാൻ അന്നേ പഠിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു പെൺകുട്ടി, അതും രാജകുമാരി, എല്ലാം തികഞ്ഞ എല്ലാ സൗഭാഗ്യങ്ങളുമുള്ളൊരു രാജകുമാരി. ആ രാജകുമാരി വിവാഹം ചെയ്യുന്നു, പക്ഷേ ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ ഇല്ല. വംശവൃദ്ധി ഇനി ഭർത്താവിൽ നിന്ന് കിട്ടില്ല. അവിടെ കംപ്ലൈൻറ്റ് പറഞ്ഞില്ല. ജീവിതത്തിൽ സമാധാനം വേണമെങ്കിൽ ഞങ്ങളെ പഠിപ്പിച്ച സ്വാമിജി പറയാറുണ്ട്, അനുഭവാനന്ദ സ്വാമി എന്ന പേര്. അദ്ദേഹം പറയുന്നൊരു വാക്കിതാണ്, ലിവ് അറ്റ് 0 കംപ്ലൈൻറ്റ് ലെവൽ. ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഭഗവാൻ എന്ത് തന്നോ അത് സന്തോഷപൂർവ്വം സ്വീകരിച്ച് ജീവിക്കുക. അങ്ങനെ ബ്രഹ്മചര്യനിഷ്ഠ, നൈഷ്ഠികമായ ബ്രഹ്മചര്യനിഷ്ഠ ആ കുന്തിദേവിക്ക് കൊടുത്തു. അതുകൊണ്ടാണ് പഞ്ചകന്യകകളിൽ ഒരാളാണ് കുന്തിദേവി. ആ കുന്തിദേവിയോട് വിവാഹം ചെയ്തു വരുന്നു. മക്കളുണ്ടാവുന്നില്ല. മാദ്രിയെ വീണ്ടും പാണ്ഡു വിവാഹം ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം മാദ്രിയോട് ഒരു ആവേശം തോന്നി. പാണ്ഡു അവരെ സമീപിക്കാൻ പോകുന്ന സമയത്താണ് അദ്ദേഹം മരിക്കുന്നത്. വന്ന് ആദ്യം കുന്തി പറയും, സതി നിലനിൽക്കുന്ന കാലമായതുകൊണ്ട് കുന്തിദേവി പറയും, ഞാൻ സതി അനുഷ്ഠിക്കാം, മൂത്തത് ഞാനല്ലേ, ഞാൻ അനുഷ്ഠിക്കാം. അപ്പോൾ മാദ്രി പറയുന്നുണ്ട്, ചേച്ചി അത് ചെയ്യരുത്. കാരണം ചേച്ചി സതി അനുഷ്ഠിച്ചാൽ, അതിനോടകം ഇവർക്ക് 5 മക്കളുണ്ടായി പല ആളുകളിൽ നിന്നായിട്ട്. ഈ 5 പുത്രന്മാരെയും ഞാൻ പരിപാലിക്കേണ്ടി വരും. എനിക്ക് ചിലപ്പോൾ ഞാൻ പ്രസവിച്ച കുട്ടികളോട് പ്രത്യേക മമത കൂടി എന്ന് വരും. പക്ഷെ ചേച്ചിക്കാണെങ്കിൽ അത് ഉണ്ടാവില്ല എന്ന് ആലോചിക്കണം. സ്വന്തം മക്കളെയും സഹപത്നിയുടെ മക്കളെയും ഒരുപോലെ കാണാനുള്ള മനസ്സ് ആർക്കുണ്ട്? കുന്തിദേവിക്കുണ്ട്. അതേസമയത്ത് ഇതേ ഭാഗവതത്തിൽ തന്നെ വേറെയും സഹപത്നിമാരെ നമ്മൾ കാണുന്നുണ്ട്, സുനീതി, സുരുചി. രണ്ടും പരസ്പര വിരുദ്ധമാണ്. ദിതി, അതിഥി ഒരേ ആളുടെ മക്കളാ, ദക്ഷൻ്റെ പുത്രിമാരാണ്. കഴിച്ചത് ഒരേ ആളെ തന്നെയാണ്, ഋഷിയെയാണ്, ഉന്നത കുല ജാതരാണ്. ദക്ഷൻ്റെ പുത്രികൾ എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഉയർന്ന കുലത്തിൽ ജനിച്ചവരാണ്, എത്രമാത്രം ശ്രേഷ്ഠമായ ഒരാളെയാണ് വിവാഹം ചെയ്ത്. എന്നിട്ടും അവർ തമ്മിൽ എപ്പോഴും പരസ്പര വൈരുദ്ധ്യങ്ങൾ മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ കുന്തിയുടെ മനസ്സൊന്ന് കാണുക. ശാരീരികമായിട്ടുള്ളൊരു സുഖം ആ സ്ത്രീ ആഗ്രഹിച്ചില്ല. അതെല്ലാം കഴിഞ്ഞു. പിന്നീട് പല പല സൂത്രപ്പണികളിലൂടെയും ഇവരുടെ രാജ്യമെല്ലാം തട്ടിയെടുക്കുന്നുണ്ട് കൗരവർ. അപ്പോൾ രാജ്യത്തിൽ നിന്ന് നിഷ്കാർഷണം ചെയ്ത് ഒരു തെരുവിലോട്ട്, ഒരു ഗ്രാമത്തിലോട്ട്, ഒരു വീട്ടിലോട്ട് ചുരുങ്ങി ഭിക്ഷയെടുക്കേണ്ടി വന്നു. ആർക്ക്? രാജകുമാരിക്ക്. മറക്കണ്ട കേട്ടോ, അത് കുന്തിദേവിക്ക് എന്ന് പറയുന്നതിനേക്കാളേറെ ഒരു രാജകുമാരിക്ക് ഭിക്ഷയെടുക്കേണ്ടി വന്നു. ആ ഉയർച്ചയിലും താഴ്ചയിലും മനസ്സിനെ ഒരുപോലെ ശാന്തമാക്കി നിർത്തി. മനോനിഗ്രഹം. അതെല്ലാം കഴിഞ്ഞു. 5 പുത്രന്മാരുണ്ട്. ഇവരെല്ലാവരും തന്നെ ആ അമ്മ പറഞ്ഞതിനപ്പുറത്തേക്ക് മാറാത്ത പിള്ളേരാ 5. പിന്നീട് മഹാഭാരത യുദ്ധം ഉണ്ടാവുകയാണ്. ആ മഹാഭാരത യുദ്ധത്തിൽ ഇവരെ എല്ലാവരെയും പ്രചോദനവും പ്രേരണയും നൽകി യുദ്ധത്തിന് പ്രേരിപ്പിച്ച് യുദ്ധത്തിന് സന്നദ്ധരാക്കി അവരെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചു. യുദ്ധത്തിൽ കുന്തിയുടെ മക്കൾ ജയിച്ചു. പിന്നീട് കൗരവരുടെ രക്ഷകർത്താക്കളായിട്ടുള്ള ധൃതരാഷ്ട്രം, ഗാന്ധാരിയും കുന്തിയുടെ മക്കളുടെ കൂടെയാണ് ജീവിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ ആ ഭാഗം വായിക്കുമ്പോൾ അറിയാം, ധൃതരാഷ്ട്രം ഗാന്ധാരിയും വാനപ്രസ്ഥ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കുന്തിദേവിയും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അമ്മ പോകുന്ന സമയത്ത് മക്കൾ ചോദിക്കും, എന്തിനാ അമ്മ പോയത്, അമ്മ എന്തിനാണ് എന്ന്. അപ്പോൾ അമ്മ പറയുന്നത്, എനിക്ക് രാജ്യത്തിനോടുള്ള ആഗ്രഹം കൊണ്ടല്ല ഞാൻ നിങ്ങളെ ധർമ്മയുദ്ധത്തിന് പ്രേരിപ്പിച്ചത്.
പിന്നെ അത് നിങ്ങളുടെ സ്വധർമ്മം ചെയ്യുക എന്നുള്ള ഒരാവശ്യം മാത്രമാണ്. ഞാൻ എടുത്തു പറയാൻ കാരണം, ആ കുന്തിദേവിയുടെ മനസ്സിൽ ഈ ലോകത്തെക്കുറിച്ചോ പരലോകത്തെക്കുറിച്ചുള്ള ഒരാഗ്രഹവും ഉണ്ടായിട്ടില്ല. ഇഹ അമുത്ര ഫലഭോഗ വിരാഗ എന്ന് വെച്ചാൽ വേദാന്ത പഠനത്തിന് അഥവാ ആധ്യാത്മിക സാധനയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരമ്മയായിരുന്നു, ഒരു ജീവനായിരുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വമായിരുന്നു കുന്തിദേവി. ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ധാരാളമുണ്ടായി. അതിലൊന്നിലും മനസ്സിനെ വ്യവഹരിക്കാതെ, മനസ്സിന് എപ്പോഴും ശരത്തെ പോലെ, അല്ലെങ്കിൽ ഒരു വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ സൂചി എപ്പോഴും വടക്കോട്ട് നോക്കുന്നത് പോലെ ജീവിതത്തിലെ ഏറ്റക്കുറച്ചിലുകൾ വരുമ്പോഴെല്ലാം അതിൽ നിന്ന് മനസ്സിനെ പിന്മാറ്റി ഈശ്വരനിലേക്ക്, അല്ലെങ്കിൽ അവനവൻ്റെ സത്തയിലേക്ക് മാത്രം ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന ഒരു പുണ്യാത്മാവായിരുന്നു കുന്തിദേവി. അവരുടെ ഹൃദയം അത് നമുക്കിപ്പോൾ മനസ്സിലാവണമെങ്കിൽ, ഇപ്പം നമ്മളെല്ലാം ചെറിയ ജീവിതം ജീവിക്കുന്നവരാണ്. ചെറിയ ജീവിതം പറഞ്ഞ വർഷങ്ങളുടെ എല്ലാം ഞാൻ പറഞ്ഞ സാമ്പത്തികമായും സാമൂഹ്യമായും നമ്മൾ സാധാരണക്കാരാണ്. എന്നിട്ടും നമുക്ക് ഇന്നുള്ളതിനേക്കാൾ കുറേ താഴോട്ട് പോവേണ്ടി വന്നാൽ നമ്മുടെ മനസ്സങ്ങ് ഒരുകും. ഭഗവാനെ എന്തിനാ എന്നോട് ഈ ചതി ചെയ്ത് എന്ന് നമ്മൾ ആർത്തരായിട്ടങ്ങ് ചോദിക്കും. കുന്തിദേവി അത് ചോദിച്ചതല്ല. രാജകുമാരിയായിട്ടും തെരുവിൽ ഭിക്ഷയെടുക്കേണ്ടി വന്നപ്പോഴും മനസ്സിനെ ഒരുപോലെ കൊണ്ടു നടത്താൻ കുന്തിദേവിക്ക് കഴിഞ്ഞു. ഇത് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു സമചിത്തതയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ആ കുന്തിദേവി, ഇനി നോക്കുക, ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്കറിയാം സഹോദരൻ്റെ പുത്രനാണ്. അപ്പോൾ സ്ഥാനം കൊണ്ട് അമ്മാവിയാണ്, അമ്മായിയാണ്, അമ്മയുടെ സ്ഥാനത്താണ്. എന്നിട്ടും ആ ഭഗവാനെ പറയുന്ന ചില വാക്കുകളുണ്ട്. കുന്തി എന്താ പറയുന്നത്? നമസ്തേ നമസ്തേ പുരുഷം ത്വാം ആദ്യം ഈശ്വരം പ്രകൃതി പരം അലക്ഷ്യം സർവഭൂതാനാം. അലക്ഷ്യം അങ്ങ് എന്താണ് എന്ന് പറയാൻ ആർക്കും കഴിയില്ല. സർവഭൂതാനാം അന്തർ ബഹിരവസ്ഥിതം, എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലും പുറത്തും അങ്ങാണ്. എന്ന് വെച്ചാൽ എല്ലാ ജീവജാലങ്ങളും അങ്ങിലാണ്. പക്ഷെ അങ്ങ് എന്താണെന്ന് പറയാൻ നമുക്ക് കഴിയുന്നില്ല. പരമഹംസന്മാരായിട്ടുള്ള മുനീനാം അമലാത്മനാം, പരമഹംസന്മാരായിട്ടുള്ള മുനികുമാർക്ക് വരെ അവരെങ്ങനെയുള്ളവരാണ്? അമലാത്മന, മലമില്ലാത്ത ആളുകളാണ്. എന്താ ഈ മലം? അഴുക്ക്. ഒരു മനുഷ്യൻ്റെ മനസ്സിലുള്ള അഴുക്ക് ഏതൊക്കെയാണ്? കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യാദികൾ. സാധാരണക്കാരായിട്ടുള്ള നമ്മളെപ്പോലുള്ള ആളുകളുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ ഓരോ ദിവസം കഴിയും തോറും നമ്മളുടെ മലം കൂടി വരുന്നതായിട്ടാണ് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന ആളുകളിൽ പലർക്കും ചിലപ്പോൾ ധാരണയുണ്ടാവും, ഞങ്ങൾ കഴിഞ്ഞ 17 വർഷമായിട്ട് ഈ സത്രത്തിനെ കേൾക്കുന്നവരാ. സത്രം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ജീവനാ. അപ്പോൾ എന്തായി? ഈ 17 വർഷം കേട്ടതുകൊണ്ട് ഇപ്പം എന്തുണ്ടായി? 17 വർഷം കേൾക്കുന്ന സത്രത്തിൻ്റെ ശ്രോതാക്കളാണെന്നുള്ളൊരു അഹങ്കാരം കൂടെ എന്താ മിണ്ടാത്തേ? അഹങ്കാരത്തിൻ്റെ പൊൻതൂവൽ ഒന്നുകൂടെ വർദ്ധിച്ചു എന്നുള്ളതാണ്. ഞങ്ങളെപ്പോലുള്ള ആളുകളും അങ്ങനെ പറയാം. സ്വാമി എങ്ങനെ ഇപ്പോൾ ഞാൻ ചുമ്മാ പറയാൻ കേട്ടോ, ഇന്ത്യക്കകത്തും പുറത്തും എന്നൊക്കെ പറഞ്ഞ് അവനവനെക്കുറിച്ച് അങ്ങോട്ട് വിസ്തരിക്കുക. അവിടെ മലത്തിൻ്റെ അളവാണങ്ങ് കൂടിയത്. അപ്പം അമലാത്മനാം, മലമില്ലാത്ത ആളുകൾ, കാമക്രോധ ലോപമത മാത്സര്യാദികളില്ലാത്തവരെ. അതത്ര എളുപ്പമല്ല കേട്ടോ. പറയുമ്പോൾ എളുപ്പമായി തോന്നിയാലും അങ്ങനെ ഒരു എളുപ്പമുള്ള സംഗതിയല്ല. അങ്ങനെയുള്ള ആ ആളുകൾക്ക് പോലും അവരങ്ങനെ പരമഹംസാനാം, നമ്മൾ ഭാഗവത്തെ പരമഹംസ സംഹിതായാം എന്നാണ് പറയുന്നത്. പരമഹംസം, ഹംസം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. മനുഷ്യനെയും ഹംസം എന്ന് പറയാറുണ്ട്, ചില അർത്ഥത്തിൽ അങ്ങനെയും പറയാറുണ്ട്. ഹംസത്തിനുള്ള പ്രത്യേകത കവിഭാവനയാണ്. എന്നാലും ഹംസത്തിൻ്റെ പ്രത്യേകത 1 ലിറ്റർ പാലും 10 ലിറ്റർ വെള്ളവും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊടുത്താലും ആ 1 ലിറ്റർ പാല് മാത്രം കഴിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ഹംസത്തിന് ഉണ്ട്. കവിഭാവനയായിരിക്കാം, ഒറിജിനലി അങ്ങനെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഏതെല്ലാം
ഈശ്വരത്വവും ലൗകിക കാര്യങ്ങളും എല്ലാം ചേർത്ത് വെച്ചാലും അങ്ങനെ രണ്ടില്ല. തുടക്കത്തിൽ അങ്ങനെ ഉണ്ടെന്ന് സങ്കല്പിച്ചേ മതിയാവൂ. അങ്ങനെ ഇതെല്ലാം ഉണ്ടെന്ന് ഒരുമിച്ച് ചേർത്ത് വെച്ചാലും അതിൽ ഈശ്വരീയത മാത്രം എടുത്ത്, നന്മകൾ മാത്രം എടുത്ത് തിന്മകളെ ഉപേക്ഷിക്കാനുള്ള ഒരു കഴിവുള്ള ആളെയാണ് ഹംസം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഹംസന്മാരിൽ പരമഹംസനാണെന്ന് വെച്ചാൽ അവരുടെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ പരമഹംസന്മാർക്ക് പോലും അങ്ങയുടെ മാഹാത്മ്യത്തെ അറിയുന്നില്ല. അങ്ങനെയുള്ള ആളെ എനിക്കാണോ അറിയുക എൻ്റെ ഭഗവാനെ? എനിക്കും അറിയില്ല. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കാണുന്ന കാഴ്ചയെ ഞാനൊന്ന് വർണ്ണിക്കാം. അതാണ് കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. എനിക്ക് അങ്ങയുടെ ആ അപാരമായിട്ടുള്ള അല്ലെങ്കിൽ പരാഭാവത്തെ അറിയുന്നില്ല, പക്ഷെ അപരാഭാവത്തെ ഞാൻ അറിയുന്നു. അങ്ങ് കൃഷ്ണനാണ്, വസുദേവരുടെ പുത്രനായതുകൊണ്ട് അങ്ങ് വാസുദേവനാണ്. ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. നമ പങ്കജനാഭായ നമ പങ്കജമാലിനെ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയെ. ഇത് അവിടെ വർണ്ണിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു വർണ്ണന എന്ന് ചോദിച്ചാൽ, ആദ്യം നമുക്കിഷ്ടപ്പെട്ട ദേവതയെ ശരിക്കും നമുക്കിഷ്ടപ്പെടണം. ഒരു ദേവതയെ ഇഷ്ടദേവത എന്ന് പറയും. ആ ഇഷ്ടദേവതയുടെ എല്ലാ രൂപത്തെയും ഭാവത്തെയും നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ പറ്റണം. ആ സ്വീകരിക്കാൻ പറ്റണമെന്ന് മാത്രമല്ല, ആ ഇഷ്ടദേവതയേക്കാൾ ശ്രേഷ്ഠമായി ഒന്നുമില്ല എന്ന ഒരു ബോധം, താമസവൃത്തിയാണെങ്കിൽ പോലും അത് നമുക്കുണ്ടാവണം. കൊച്ചുകുട്ടികൾ അങ്ങനെയാണ്. ഏറ്റവും ശ്രേഷ്ഠമായത് ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മയാണ്. അതിനേക്കാൾ ശ്രേഷ്ഠമായത് എൻ്റെ അച്ഛനേക്കാളും അമ്മയേക്കാളും ശ്രേഷ്ഠമായത് ഒന്നുമില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും അസാധ്യമായി ഒന്നുമില്ല എന്ന് കൊച്ചുകുട്ടികൾ, തീരെ ചെറിയ കുട്ടികൾ വിശ്വസിക്കുന്നത് പോലെ അവനവൻ്റെ ആ ഒരു ദൃഢവിശ്വാസം നമുക്കുണ്ടാകണം. അങ്ങനെ ഒരു ദൃഢവിശ്വാസം വരുന്ന സമയത്ത് ആ ഭഗവാൻ അവരെ കീർത്തിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അങ്ങ് ദേവകിയോട് കരുണ കാണിച്ചു എന്ന് പറയും. പക്ഷേ ദേവകിയോട് അത്ര കരുണ കാണിച്ചു എന്നുള്ളത് ഡൗട്ടാണ്. കാരണം അവരുടെ 6 മക്കളെയും കംസൻ കൊല്ലുന്നത് കണ്ടു, അങ്ങ് ചെറുവിരൽ അനക്കിയില്ല. പക്ഷെ ഞങ്ങളുടെ കേസിലാവട്ടെ, വിഷം തന്നപ്പോൾ അങ്ങ് വന്ന് ഞങ്ങളെ രക്ഷിച്ചു. പിന്നെ അരക്കില്ലെത്തിട്ട് ചുട്ടപ്പോഴും അങ്ങ് വന്ന് ഞങ്ങളെ രക്ഷിക്കുകയുണ്ടായി. പിന്നെയോ സഭയിൽ ദ്രൗപദിയുടെ മാനം അങ്ങ് കാത്തു. വനവാസകാലത്തും അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു, എന്നെയും എൻ്റെ പിള്ളേരെയും രക്ഷിച്ചു. ഇതാ ഇപ്പോൾ ആ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും ഞങ്ങളെ അങ്ങ് രക്ഷിച്ചു. അതിനുശേഷം ചൊല്ലുന്നൊരു ശ്ലോകമാണ്, നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, വിപദഃ സന്തുന ശശ്വത്. ഞങ്ങൾക്ക് വിപത്തുകൾ എത്ര വേണമെങ്കിലും വന്നോട്ടെ, അതിൽ എനിക്ക് വിഷമമില്ല. കാരണം വിപത്തുക്കൾ വരുമ്പോഴെല്ലാം എനിക്ക് അങ്ങയുടെ ദർശനം അവിടെ അനുഭവപ്പെടുന്നു. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഓർക്കേണ്ടത്. എന്തെല്ലാം പ്രശ്നങ്ങൾ വരുമ്പോഴും, അല്ലെങ്കിൽ ഏത് ദിശയിലേക്ക് ഒരു ഉപകരണത്തെ, വടക്ക് നോക്കി യന്ത്രത്തെ നിങ്ങൾ ഏത് ദിശയിലേക്ക് വെച്ചാലും അതിൻ്റെ സൂചി അഥവാ നീഡിൽ എപ്പോഴും എങ്ങോട്ട് മാത്രമേ നോക്കുള്ളൂ? വടക്കോട്ട് മാത്രമേ നോക്കാറുള്ളൂ. അതുപോലെ ഏതെല്ലാം പ്രശ്നങ്ങൾ, നമ്മളിതൊരു കാര്യം മനസ്സിലാക്കാനുള്ളതാണ്. നമുക്ക് പലപ്പോഴും, പ്രത്യേകിച്ച് പല ഭക്തന്മാരും നമ്മളോട് പറയുന്ന, എല്ലാവരോടും പറയുന്ന, പരസ്പരം പറയുന്ന ഒരു കാര്യമാണ്, ഭഗവാൻ എന്തിനാണ് എനിക്ക് ഈ ജന്മത്തിൽ ഇങ്ങനെ ദുഃഖങ്ങളുടെ ഒരു പെരുമഴ തന്നെ തന്നിരിക്കണമെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, കുന്തിക്ക് കേമന്മാരായിട്ടുള്ള 5 മക്കളുണ്ട്. അവരുടെ ദുഃഖത്തിന് എപ്പോഴെങ്കിലും ശമനമുണ്ടായിട്ടുണ്ടോ? എന്തേ മിണ്ടാത്തത്? ഇല്ല കേട്ടോ. കല്യാണത്തിന് ശേഷം ശാരീരികമായൊരു സുഖം അവർ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല. ഏറ്റക്കുറച്ചിലുകൾ എത്രമാത്രം അവരുടെ ജീവിതത്തിൽ വന്നു. രാജകുമാരിയാണ്, ഭിക്ഷയെടുക്കേണ്ടി വന്നു, ഒളിഞ്ഞു താമസിക്കേണ്ടി വന്നു, മക്കളെ പിരിഞ്ഞ് താമസിക്കേണ്ടി വന്നു, ഭർത്താവ് മരിച്ചു, എല്ലാവരും വിട്ടു, എല്ലാം ഇല്ലാതായി. എന്നിട്ടും അവരുടെ മുഖത്തുള്ള പുഞ്ചിരിക്കോ സമാധാനത്തിനോ ഒരു കുറവും വരുത്തിയിട്ടില്ല അവർ. ആ ഒരു ഹൃദയമാണ് നമുക്ക് വേണ്ടത്, ആ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മുടെ അവസ്ഥ എന്താ? ഒരു ചെറിയൊരു ദുഃഖം വന്നാൽ മതി, ഉടൻ തന്നെ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയിട്ട്, ഗുരുവായൂരപ്പൻ നീ എന്തിനാ അങ്ങനെ തന്നേ പറഞ്ഞ നെഞ്ചത്തെടുത്ത് കരയുന്ന ആൾക്കാരാണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞ, എൻ്റെ ഭാഷയല്ല, എന്നെ പഠിപ്പിച്ച സ്വാമിജി പറഞ്ഞൊരു ഭാഷയാണ്, ത്രിവേണി സംഗമമാണ്. നിങ്ങൾ ത്രിവേണി സംഗമം കണ്ടിട്ടുണ്ടോ?
ഉണ്ടെന്നേ ഇല്ലെന്നാ. അവിടെ ഏതൊക്കെ നദി ഉണ്ടാവും? ഗംഗയുണ്ടാവും, യമുനയുണ്ടാവും, പിന്നെ സരസ്വതിയോ ഭൂമിൻ്റെ അടിയിൽ കൂടെ. അതുപോലെ നമ്മളും ഗംഗയുണ്ട്, യമുനയുണ്ട്, ഭൂമിൻ്റെ അടിയിൽ കൂടെ സരസ്വതിയും. ഈ ത്രിവേണി സംഗമമല്ലാതെ നിങ്ങൾ ഗുരുവായൂരൊന്ന് പോയി നോക്കണം. നെഞ്ചത്തടിച്ച് കരയുക ഭക്തരാണെന്നാണ് വെപ്പ്. ഭക്തിയുടെ ലക്ഷണത്തിൽ ഒരിക്കലും കരയൽ പറഞ്ഞിട്ടില്ല. പിന്നെ ആനന്ദ കണ്ണീരുണ്ട്, അത് വിഷയം വേറെ. എൽ ലബ്ധ പുമാൻ സിദ്ധോ ഭവതി തൃപ്തോ ഭവതി എന്നൊക്കെയാണ് നാരദഭക്തി സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. പുമാൻ മനുഷ്യൻ സിദ്ധനാവും, തൃപ്തനാവും. ന കിഞ്ചിത് വാഞ്ചതി ന ദ്വേഷത്തി. ഒന്നും ആഗ്രഹിക്കില്ല, ഒന്നിനോടും ദേഷ്യവും ഉണ്ടാവില്ല. അതാണ് ഭക്തിയുടെ പരമമായ ഭാവം. ആ ഭാവത്തിലേക്ക് എത്തിയത് കൊണ്ടാണ് കുന്തിദേവിക്ക് ഇത് പറയാൻ പറ്റിയത്. വിപത്തുക്കൾ എത്രമാത്രം വേണമെങ്കിലും വന്നോട്ടെ, ഞങ്ങൾക്കതിന് പ്രശ്നമില്ല. പക്ഷെ എന്ത് വേണ്ട, അല്ല എന്തുകൊണ്ട് പ്രശ്നമല്ല എന്ന് പറഞ്ഞു? ആ വിപത്തുകളിലെല്ലാം അങ്ങയുടെ അദൃശ്യമായ കൈകളെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ കാഴ്ചപ്പാട് കിട്ടിയിട്ടുള്ള ഒരാൾക്ക്, ആ ഒരാളെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ഒരാൾക്കും പറ്റില്ല, ഇൻക്ലൂഡിങ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. നമ്മൾ ജീവിക്കുന്നത് ജയിക്കാനാണോ തോൽക്കാനാണോ? ജീവിതത്തിൽ ജയിക്കണോ തോൽക്കണോ? എന്താ വേണ്ടത്? ജയിക്കണം. ഇവിടെ കൂടിയിരിക്കുന്ന പലരും മക്കളോട് പറയാറുണ്ട്, വേണമെങ്കിൽ നന്നായി പഠിച്ചോട്ടോ, അല്ലെങ്കിൽ എൻ്റെ ഗതി നിനക്ക് വരുന്നത്. അപ്പോൾ എന്താ പ്രൂവ് ചെയ്തത്? എൻ്റെ ലൈഫ് ഈസ് ഗുഡ് ഫോർ നത്തിങ്. എൻ്റെ ജീവിതം ഒന്നിനും പറ്റാത്തൊരു ഒരു ചുക്കും ചുണ്ണാമ്പിനും പറ്റാത്തതാണ്, നീ അങ്ങനെ ആവണ്ടാട്ടോന്ന്. ഇതല്ല പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. പിന്നെ നിൻ്റെ അത്ര വിദ്യാഭ്യാസവും ഒന്നുമില്ലെങ്കിൽ നീ എന്നെ കണ്ട് പഠിക്കുക. ഈ പ്രോബ്ലങ്ങളെ, ഈ പ്രശ്നങ്ങളെ സധൈര്യം ഞാൻ നേരിടുന്നില്ലേ, അത് കണ്ട് നീ പഠിക്കുക എന്ന് പറയാൻ പ്രാപ്തിയുള്ള എത്ര അച്ഛനും അമ്മയും ഇതിനകത്തുണ്ട്? എന്താ മിണ്ടാത്ത? കയ്യും കാലൊന്നും പൊക്കണ്ട. എന്നോട് പറയേണ്ടത് അത്ര സുഖമുള്ള കാര്യമല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അതാണ് വിദ്യാഭ്യാസം. അതാണ് കുന്തിദേവി നമുക്ക് പറഞ്ഞു തന്നത്. ഏതെല്ലാം ടെൻഷൻ ഉണ്ടെങ്കിലും ശരി. ഇപ്പം നമ്മളിവിടുന്ന് അങ്ങോട്ട് പോകുന്ന സമയത്താണ് ചെരുപ്പൊന്ന് കാണാതിരുന്നാൽ മതി, ആകെ ടെൻഷനാ. 100 രൂപൻ്റെ സാധനമുള്ളൂ, ഇത്രയേ ഉള്ളൂ പേസ്. നമ്മൾ ടെൻസ്ഡാ. നമ്മളെ ടെൻഷൻ അടിപ്പിക്കാൻ എന്തിനും പറ്റും. നമ്മൾ ജീവിക്കുന്നത് വിജയിക്കാനാണ്. ആ വിജയമന്ത്രമാണ് ഇവിടെ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം എന്താ പറഞ്ഞ, അങ്ങയെക്കുറിച്ച് ആർക്കും മനസ്സിലായിട്ടില്ല, അങ്ങ് അകിഞ്ചന ഗോചരം എന്നാ പറഞ്ഞത്. ഈ ലോകത്തിൽ ഒന്നിനോടും താല്പര്യമില്ലാത്തൊരു വ്യക്തികൾക്കാണ് അകിഞ്ചനന്മാരെന്ന് പറയുന്നത്. ആ അകിഞ്ചനന്മാർക്ക് ഗോചരമായിട്ടുള്ള ഒരാളാണ്. സാധാരണക്കാർക്ക് അങ്ങേ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തെല്ലാം മനസ്സിലാക്കി എന്ന് പറഞ്ഞാലും അതെല്ലാം ഈ ലോകത്തെയും പരലോകത്തെയും സുഖങ്ങൾക്കും ഇന്ദ്രിയ ഭോഗങ്ങൾക്കുമുള്ള ഒരു അനുമതിയായിട്ടാണ് നമ്മൾ പറയുക. ഒന്നുകൂടെ ഞാൻ പറയാം. കുന്തിദേവിയുടെ ജീവിതത്തിൽ രാജകുമാരിയായിട്ട് പോലും അവർക്ക് ഭിക്ഷ എടുക്കേണ്ട ഗതികേടെന്നുള്ളത് നമ്മളാ പറയണേ, ഭിക്ഷ എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. പക്ഷെ കുന്തിദേവിയുടെ മനസ്സ് ചലിച്ചോ? ഇല്ല. നമ്മൾക്ക് അത്രയൊന്നുമില്ല. ആകെ 10 സെൻറ്റ് സ്ഥലവും അതിനകത്തൊരു 1500 സ്ക്വയർ ഫീറ്റ് വീടേ ഉള്ളൂ. അതെങ്ങാനും ചെറുതായിട്ടൊന്ന് ഒലഞ്ഞാൽ ഗംഗ യമുന, യു അണ്ടർസ്റ്റാൻഡ്? ആണെന്നാ അല്ലെന്നാ? ആണേ. അപ്പം എവിടെ പോയി? അകിഞ്ചനന്മാർക്കേ പറ്റുള്ളൂ. ജീവിതത്തിൽ നമ്മൾ ലോകത്തിൻ്റെ മുമ്പിലല്ല തോക്കേണ്ടത്, ലോകം നമ്മുടെ മുമ്പിൽ തോൽക്കണം. സ്കൂളിൽ തോറ്റതൊന്നും പ്രശ്നമില്ല, കോളേജിൽ തോറ്റാലും പ്രശ്നമില്ല, പക്ഷേ ജീവിതത്തിൽ തോക്കാൻ പാടില്ല. അതിനെന്ത് വേണം? ആ തോൽക്കാത്ത മന്ത്രങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. ആ ഒരു പഠിപ്പാണ് കുന്തിദേവി ഇവിടെ പറഞ്ഞത്. നമോ അകിഞ്ചന വിത്തായ, അകിഞ്ചനന്മാരുടെ വിത്താണ് അങ്ങേ ആർക്കേ പ്രാപിക്കാൻ പറ്റുള്ളൂ. ഈ ജീവിതത്തിൽ, ഈ ലോകത്തിൽ എന്തെങ്കിലും ആഗ്രഹമുള്ള ഒരാൾ അങ്ങേ പ്രാപിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് പിടികൊടുക്കില്ല. എല്ലാം വേണ്ട എന്ന് തീരുമാനിച്ച ഒരാൾക്ക് അങ്ങ് എല്ലാം കൊടുക്കുകയും ചെയ്യും. അതാണ് കുചേലനെ കൊടുത്തത്, നമുക്ക് തരാത്തതും. ഈ സപ്താഹങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ചില ആചാര്യന്മാരൊക്കെ പറയാറുണ്ട്, ആ അവിൽക്കിഴിയെടുത്ത് വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി, അടുത്ത വർഷം കനകധാര ഇങ്ങനെ പടപടാന്ന് പെയ്യുന്നത്. നമ്മൾ കേട്ടത് പാതി കേൾക്കാത്തത് പാതി അത് വിശ്വസിച്ച് എടുത്തിട്ട് പോകും. സത്യത്തിൽ അങ്ങനെ പെയ്യുമെങ്കിൽ ആദ്യം അങ്ങേരല്ലേ ഒരു കിഴി കൊണ്ടുപോകുക. എന്താ മിണ്ടാത്തേ? നമ്മളെ ആർത്തി പണ്ടാരങ്ങൾ ബുദ്ധി പറഞ്ഞ സാധനം അപ്പോൾ ഉപയോഗിക്കുകയില്ല. അങ്ങേര് പറഞ്ഞതല്ലേ.
പക്ഷെ കുചേലന് കൊടുത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹം അകിഞ്ചനായതുകൊണ്ടാണ്. ഓക്കെ, അതെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെയും പറയാണ്, അങ്ങയെക്കുറിച്ച് എനിക്ക് ഒരു കാര്യം മാത്രമേ എനിക്ക് ആവശ്യമായിട്ടുള്ളൂ. ഏതുപോലെ കാറ്റിലകപ്പെട്ട തോണിയെപ്പോലെ എൻ്റെ മനസ്സെപ്പോഴും അങ്ങയുടെ നാമസ്മരണകൾക്കനുസരിച്ച് വന്നുകൊണ്ടേയിരിക്കണം. പ്രശ്നങ്ങൾ വരുമ്പോഴും പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ അങ്ങയെക്കുറിച്ചുള്ള നാമസ്മരണകൾ എപ്പോഴും ഉണ്ടാവണം. അതിനെന്ത് വേണം? ആദ്യം ശൃണന്തി, ആദ്യം കേൾക്കണം. ഇങ്ങനെ കേട്ടാൽ മാത്രം പോരാ. ഞാൻ നേരത്തെ പറയുണ്ടായി, താപത്രയങ്ങൾ നശിക്കുന്നത് വരെ ഈശ്വര മാഹാത്മ്യത്തെ അഹോരാത്രം 24/7 നമുക്ക് കേൾക്കാൻ പറ്റണം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഈശ്വരാനുഗ്രഹം കൊണ്ട് നമുക്കൊക്കെ ഉണ്ട്. 1 GB 1.5 GB ഒക്കെ ഇന്ന് എല്ലാവരുടെ മൊബൈലിലും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിലോ മറ്റ് ട്യൂബിലൊക്കെ പോയിട്ട് ഇത്തരം സത്സംഗങ്ങളുടെ മാത്രം നമ്മൾ കേൾക്കുക. അപ്പോൾ അങ്ങനെ ശൃണന്തി, പിന്നെന്താ ചെയ്യുന്നു? ഗായന്തി. അങ്ങനെ കേട്ട് ഇരിക്കുന്ന സമയത്ത് ആ കേട്ടതും ഈശ്വരത്വവും നമ്മുടെ ചെവികളിലൂടെയും കണ്ണുകളിലൂടെയും ഉള്ളിലോട്ട് പ്രവേശിച്ച് നമ്മുടെ രക്തത്തിൽ കലരും. ആ സമയത്ത് നമ്മൾ അറിയാതെ ഈശ്വര ഗാനങ്ങൾ പാടും. നാട്ടുകാരെ കേൾപ്പിക്കാനോ വീട്ടുകാർക്ക് ഉപദ്രവം ഉണ്ടാക്കാനോ അല്ല. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഒരമ്മ. പണ്ടത്തെ അമ്മമാർ, ഇപ്പോഴത്തെ അമ്മമാരെ കുറിച്ച് അത്രയ്ക്ക് വലിയ അറിവ് എനിക്കില്ല. പണ്ടത്തെ അമ്മമാർ എത്ര പാട്ട് പാടാത്തൊരു സ്ത്രീയാണെങ്കിലും ശരി, ഒരു കുഞ്ഞുവാവയുണ്ടായി, ആ കുഞ്ഞുവാവയെ തൊട്ടിൽ കിടത്തി ആട്ടുന്ന സമയത്ത് കഴുത രാഗമാണെങ്കിലും പോലും ആ അമ്മ പാടും. നിങ്ങളൊക്കെ അങ്ങനെ പാടിയിട്ടുള്ളവരില്ലേ? അല്ലാന്നാണെന്ന് ആന്ന്. പാട്ട് പഠിച്ചിട്ടാണോ? അല്ല. ആ കുട്ടിയെ കിടത്തി ഉറക്കാൻ പാട്ടിൻ്റെ ആവശ്യമുണ്ടെന്ന് നമുക്കറിയാം. കുട്ടിയോടുള്ള സ്നേഹാധിക്യം കൊണ്ട് നമ്മൾ സ്ഥലവും എല്ലാം മറന്ന് പാടും. സ്നേഹം വരുമ്പോൾ പാടും. പഴയൊരു സിനിമാ ഗാനം ഉണ്ടായിരുന്നു, ആരെയും ഭവഗായകനാക്കും ആത്മസൗന്ദര്യമാണ് നീ. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയരും. അവിടെ പാട്ട് പഠിക്കേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ ചുണ്ടിൽ എപ്പോഴും ഈശ്വരനാമം ഉണ്ടാവും. എപ്പോൾ? കേട്ട് ഇത് നമ്മളുടെ പാർട്ട് ആൻഡ് പാർസൽ ആവണം. പിന്നെയോ അങ്ങനെ സ്മരന്തി നന്ദതി, ആ നവവിധ ഭക്തികളെക്കുറിച്ച് അവിടെ പറയുകയാണ്. അതെല്ലാം പറഞ്ഞതിന് ശേഷം അങ്ങക്ക് ഈ ലോകത്ത്, അങ്ങില്ലാത്ത ഈ ലോകം, ജീവിതം എന്ന് പറയുന്നത് ഒരു സ്കെൽറ്റൻ പോലെയാണ്. ജീവനാടി ഇല്ലാത്ത ഈ ശരീരം, ജീവനില്ലെങ്കിൽ ഈ ശരീരത്തെക്കുറിച്ച് എന്താണോ നമ്മൾ എടുക്കുക, അതുപോലെയാണ് അങ്ങില്ലാത്ത ജീവിതം. അതുകൊണ്ട് എൻ്റെ മനസ്സിന് അങ്ങയിൽ നിന്നും പിടിച്ചു മാറ്റുന്നൊരു സാധനമുണ്ട്, എൻ്റെ കുട്ടികളോടുള്ള എൻ്റെ സ്നേഹപാശം. അതുകൊണ്ട് കുന്തിദേവി പറയുന്നു, സ്നേഹപാശം ഇവം ചിന്തി ദൃഢം പാണ്ഡിഷു വൃഷ്ണിഷു. എന്നിട്ട് എന്ത് വേണം? ആ പാശം മുഴുവൻ അങ്ങയിലേക്ക് ആവാഹിക്കണം. സ്നേഹപാശം ഇമം ചിന്തി, എൻ്റെ സ്നേഹപാശത്തെ അങ്ങ് മുറിച്ച് തന്നാലും. ആരോടുള്ള സ്നേഹപാശമാണ്? മക്കളോടുള്ളത്. എന്താ മക്കള്? പാണ്ഡവന്മാരെ. പാണ്ഡവന്മാർ നല്ലവരാണ്. പാണ്ഡവന്മാരെ വളർത്തിയതാരാ? അമ്മ വളർത്തിയ 5 കുട്ടികളാണ്. അതുകൊണ്ടാണ് അവർ ഭിക്ഷയ്ക്ക് പോയിട്ട് വരുന്ന സമയത്ത്, അമ്മേ ഇന്നൊരു ഭിക്ഷ കിട്ടിയിട്ടുണ്ട്. ഉടൻ തന്നെ അമ്മ നോക്കാതെ പറഞ്ഞു, നിങ്ങൾ 5 പേരും കൂടെ എടുത്തോളൂ എന്ന്. അന്ന് വരെ കേൾവി ഇല്ലാത്തൊരു കാര്യം അന്ന് അവരത് ചെയ്തു. എന്താ ചെയ്തത്? ആ പാഞ്ചാലിയെ, ദ്രൗപദിയെ 5 പേരും കൂടെ വിവാഹം ചെയ്യുകയാണ്. എന്തുകൊണ്ട് ചെയ്തു? അമ്മയുടെ വാക്കിനെ സാർത്ഥകമാക്കാൻ, എതിർക്കരുത് എന്ന് കരുതിയിട്ടാണ്. അങ്ങനെയുള്ള മക്കളോട്, അപ്പോൾ അമ്മയുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കുന്ന ആ മക്കളോട് തോന്നുന്ന സ്നേഹപാശത്തെയാണ് എനിക്ക് മുറിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെയൊക്കെ അവസ്ഥ എങ്ങനെയാണ്? ഒരിക്കൽ കാരണവരനോട് പണ്ടൊരാൾ ചോദിച്ചു, കാരണവരെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന്. അപ്പോൾ കാരണവർ പറഞ്ഞു, ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ട് മക്കളെയൊക്കെ ഒരു വിധത്തിലാക്കി. ഇപ്പം മക്കളെല്ലാവരും എന്നെ ഒരു വിധത്തിൽ ആക്കി. അങ്ങനെ നമ്മളെ ഒരു വിധത്തിലാക്കിയിട്ട് ആർക്കും വേണ്ടാതെ അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലും കൊണ്ടിടുന്ന, അല്ലെങ്കിൽ അതുപോലെ വീട്ടിൽ അനാഥത്വത്തോടു കൂടി നമ്മൾ വാഴുന്ന നമ്മളുടെ ഇപ്പോഴും മനസ്സെവിടെയാ?
ഇല്ല. അങ്ങനെയുള്ള നമുക്ക് ചിലപ്പോൾ കുന്തിയുടെ ഹൃദയത്തെ മനസ്സിലാക്കാൻ ഇത്തിരി പ്രയാസമായിട്ട് വരും. എല്ലാ സ്നേഹവും ബഹുമാനവും ഇങ്ങോട്ട് കിട്ടിയിട്ടും അത് വേണ്ടെന്ന് വെക്കാനുള്ള കഴിവ്, അത് കിട്ടിയിട്ട് വേണ്ടാന്ന് വെക്കുമ്പോഴേ അതിൻ്റെ ത്യാഗമാവുള്ളൂ. ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല, ഞാനൊരു റോൾസ് റോയ്സ് കാർ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാട്ടാവുന്നത്, 1.5 കോടി 2 കോടി 3 കോടി ഉറുപ്പിയുടെ സാധനം ഞാൻ ഫ്രീ ആയിട്ട് തരാമെന്ന് പറയണമെങ്കിൽ ആദ്യം അത് വാങ്ങിക്കാനുള്ള ആംബിയർ എനിക്ക് ഉണ്ടാവണ്ടേ? കിട്ടിയിട്ട് വേണം അത് ഉപേക്ഷിക്കാൻ. അപ്പോഴാണ് അതിൻ്റെ ഒരു മഹത്വം വരുന്നത്. അങ്ങനെ അതെല്ലാം പറഞ്ഞ് അവസാനം പറഞ്ഞ് യോഗേശ്വര അഖിലഗുരു ഭഗവൻ നമസ്തേ തൻ്റെ മകൻ്റെ സ്ഥാനത്തിരിക്കുന്ന ഒരാളിലാണ് ഗുരുവിനെ കണ്ടത്. ഇന്ന് ഒരുപക്ഷെ നമ്മളിൽ പല അമ്മമാർക്കും തോന്നുന്നൊരു പ്രയാസമുണ്ട്. എന്തറിയോ, ഈ ചെറുപ്പക്കാരായിട്ടുള്ള സ്വാമിമാരെയും പ്രത്യേകിച്ച് നമ്മുടെ കുട്ടിസ്വാമി പോലുള്ള നിഖിലാൻ സ്വാമി, അങ്ങനെ നമുക്കറിയാവുന്ന കുറേ ചെറുപ്പക്കാരായിട്ടുള്ള സ്വാമിമാരെ കാണുമ്പോൾ നമുക്ക് അവരോട് വാത്സല്യമുണ്ടാവും. പലപ്പോഴും ഒരു മാതൃവാത്സല്യമായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ മാതൃവാത്സല്യം ഉണ്ടെങ്കിലും ഗുരുഭാവം കളയാൻ പാടില്ല. കാരണം പലപ്പോഴും ഞാനും ചെറുതായിട്ട് തന്നെയാണ് വലുതായത്. ഒരു 27-28 വർഷമായി ഈ മേഖലയിലോട്ട് വന്നിട്ട്. അപ്പോൾ അന്നൊക്കെ പല ആൾക്കാരും പറയാറുണ്ട്, കുട്ടിയെ കാണുമ്പോൾ എൻ്റെ മോനെ പോലെയുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. പിന്നീട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അങ്ങനെ മോനായിട്ട് കാണുമ്പോൾ അവർ മോനായിട്ടേ കാണുള്ളൂ. അവിടെയുള്ളൊരു ആധ്യാത്മിക പ്രഭാവത്തെ കാണാനുള്ള കാഴ്ച അവർക്ക് കിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഇവിടെ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യണ്ടോയെന്ന് എനിക്കറിയില്ല, കഴിയുന്നതും നമ്മൾ ഗുരുക്കന്മാരുടെ ഗണത്തിൽപ്പെടുന്ന ആളുകളെ നമ്മുടെ സ്വന്തം ബന്ധുക്കളായിട്ട് കാണാതിരിക്കുക, ഗുരുവായിട്ട് തന്നെ കാണുക. അങ്ങനെ കാരണം എന്താ വെച്ചാൽ നമുക്കത് അറ്റാച്ച്മെൻറ്റാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട്, ഒരു സന്യാസിയെ നമുക്ക് മോനായി കിട്ടാനുള്ള പക്വത നമുക്കുണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഇല്ലേ? ഒന്ന് എന്തൊന്നും മിണ്ടാത്ത ഉണ്ട് കേട്ടാ. അനിൽ അംബാനി എൻ്റെ അച്ഛനാണെന്ന് പറയണ്ട, അനിൽ അംബാനി എവിടെ കിടക്കണേ? നമ്മളവിടെ കിടക്കണേ. അതിലുള്ളൊരു മാനസിക പക്വതയുണ്ട് അവിടെ. ഞാനിവിടെ പറഞ്ഞതിൻ്റെ താല്പര്യം, ആ ഒരു അപകടം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അങ്ങനെ കാണുന്നത് തെറ്റാണെന്നല്ല, സ്നേഹപാശം ഉണ്ടാവണം, സ്നേഹമുണ്ടാവണം, പക്ഷെ അതൊരു പാശം ആവരുത്. അത് പാശമാവാതിരിക്കണമെങ്കിൽ അവിടെയും ഗുരുഭാവം കാണിക്കണം. അതാണ് കുന്തി ദേവി അനന്തരവനിലാണ് നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞ്. അങ്ങനെ ആ കുന്തി ദേവിയെ ആശീർവദിച്ച് പോകുകയാണ്. അപ്പോഴാണ് നമ്മുടെ യുധിഷ്ഠിരൻ്റെ മനസ്സിനൊരു സമാധാനമില്ല. അദ്ദേഹം എപ്പോൾ നോക്കുമ്പോഴും ഒരു അതൃപ്തി. എന്താ, യുദ്ധത്തിന് മുൻപും പിൻപും അദ്ദേഹത്തിന് ഒരു മനസ്സമാധാനമില്ല. അപ്പോൾ ഈ മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം വിനശനം എന്ന യുദ്ധ സ്ഥലത്തേക്ക് എല്ലാവരെയും കൂട്ടി അങ്ങ് പോവുകയാണ്. അവിടെ ആരാ കിടക്കുന്നത്? ഭീഷ്മാചാര്യരാണ്. ആരാണ് ഈ ഭീഷ്മൻ? അഷ്ടവസുക്കളിൽ ഒരാളാണ്. ഗംഗാദേവിയുടെ പുത്രനാണ്. അതുകൊണ്ട് ഭീഷ്മൻ്റെ ഒരു പേരെന്താണ്? ഗംഗാദത്തൻ. ആ ഗംഗാദേവിയാണ് ശന്തനുവിൽ ഗംഗാദേവിക്കുണ്ടായതാണ്. ആ കഥയിലേക്ക് ഞാൻ പോകുന്നില്ല, സമയത്തിൻ്റെ കുറവ് കൊണ്ടും അതിവിടെ അത്രയ്ക്ക് ആവശ്യവുമില്ല. ആ ഗംഗാദേവിയാണ് ഒരു പ്രായം എത്തുന്നത് വരെ ആരെ വളർത്തിയത്? ഈ ഗംഗാദത്തനെ അഥവാ ദേവദത്തനെ വളർത്തിയത്. എന്നിട്ട് ഒരു ദിവസമാണ് ശന്തനുവിന് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഇനി അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്ത് അങ്ങനെ ഏൽപ്പിച്ച് ആ ശന്തനുവിൻ്റെ പുത്രനായിട്ടുള്ള നമ്മുടെ ഗംഗാദത്തൻ അഥവാ ഭീഷ്മാചാര്യർ, അന്ന് ഭീഷ്മ എന്നുള്ള പേര് വന്നിട്ടില്ല, അദ്ദേഹം അങ്ങനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്തു അദ്ദേഹത്തെ. ആ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്തതിന് ശേഷം ശന്തനു ഒരു ദിവസം നായാട്ടിന് പോകുന്നു. അവിടെ വെച്ചാണ് മത്സ്യഗന്ധി, ദിവ്യമായ പരിമളമുള്ള മത്സ്യഗന്ധിയുമായിട്ട് ഒരാഗ്രഹം തോന്നുകയും ആ മത്സ്യഗന്ധിയെ വിവാഹം ചെയ്യണമെന്ന് തീരുമാനിച്ച് ആ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി പറയും. അപ്പോൾ അച്ഛൻ പറയും, എൻ്റെ മോളെ അങ്ങേക്ക് രാജാവിനായിട്ടുള്ള അങ്ങേക്ക് വിവാഹം ചെയ്തു തരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷേ എൻ്റെ മോൾക്ക് ഉണ്ടാവുന്ന കുട്ടി വേണം യുവരാജാവായി അങ്ങയുടെ കാലശേഷം വാഴാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യുവരാജാവായിട്ട് ഓൾറെഡി തൻ്റെ മകനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രാജാവിന് ശന്തനുവിന് അദ്ദേഹത്തിൻ്റെ ആ ആവശ്യം അംഗീകരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ സത്യവതിയെ മറക്കാനും പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ക്ഷീണം വന്നു, അദ്ദേഹത്തിന് ഊണും ഉറക്കവും ഇല്ലാതായി. മകൻ ഗംഗാദത്തൻ അച്ഛൻ്റെ പ്രശ്നത്തെ അറിഞ്ഞു.
ഇത് യയാതിയുടെ ചരിത്രത്തിൽ 9-ാമത്തെ സ്കന്ധത്തിൽ പറയുന്നുണ്ട്. പുരുവിനെ കുറിച്ച് പുരു പറയുന്നൊരു വാക്കുണ്ട്. അച്ഛൻ 3 തരത്തിലുള്ള മക്കളാണുള്ളത്. ഒന്ന്, അച്ഛനമ്മമാരുടെ ആഗ്രഹം പറയാതെ അറിഞ്ഞ് ചെയ്യുന്നവർ. 2, പറഞ്ഞ് ചെയ്യുന്നവർ. 3-ാമതൊരു വിഭാഗമുണ്ട്, പറഞ്ഞാലും അത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ഉഷാറായി. നമ്മുടെ വകുപ്പായിരിക്കുമോ? ആദ്യത്തെ 2 മിണ്ടാതിരുന്നു. അറിഞ്ഞ് ചെയ്യുന്നവർ, പറഞ്ഞ് ചെയ്യുന്നവർ, പറഞ്ഞാലും ചെയ്യാത്തവർ. ഇത് അറിഞ്ഞ് ചെയ്ത ഒരു മകനാണ്. ആ യുവാവായിട്ടുള്ള ഗംഗാദത്തൻ ആ മുക്കുവൻ്റെ അടുത്തേക്ക് പോയി അഭ്യർത്ഥന ചെയ്യുന്നു, അച്ഛന് വേണ്ടി അഭ്യർത്ഥന ചെയ്യണം. അപ്പോൾ മുക്കുവൻ സെയിം പല്ലവി ആവർത്തിച്ചു. ഇവർക്കുണ്ടാവുന്ന, എൻ്റെ മകൾക്കുണ്ടാകുന്ന കുട്ടിക്ക് വേണം രാജ്യം കൊടുക്കാൻ. ആ നിമിഷം അച്ഛൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ആ നിമിഷം പറഞ്ഞു, എനിക്കിനി രാജ്യം വേണ്ടാന്ന്. മുക്കുവൻ വീണ്ടും വിട്ടില്ല. അങ്ങേക്ക് വേണ്ടാന്ന് പറയാം, പക്ഷെ അങ്ങയിലുണ്ടാവുന്ന മക്കൾക്ക് വേണമെങ്കിലോ. രണ്ടാമതൊന്നും ആലോചിച്ചില്ല. അപ്പം തീരുമാനിച്ചു, എനിക്ക് വിവാഹവും വേണ്ടാന്ന്. അമ്മ വളർത്തിയ മകനാ. ഏതമ്മ? ഗംഗാദേവി. ഇതിനു മുമ്പ് കുന്തി ഒരമ്മയായിരുന്നേ അല്ലേ? ശന്തനുവിൻ്റെ ആബ്സെൻസിലാണ് ഗംഗാദേവി അവനെ വളർത്തിയതെങ്കിലും അച്ഛനോട് അത്രയ്ക്ക് മാത്രം ബഹുമാനം ഉണ്ടാവുന്ന തരത്തിലാണ് വളർത്തിയത്. ഈ കഴിഞ്ഞ ദിവസം, ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ കിളിനക്കോട് കേട്ടിട്ടുണ്ടോ? അങ്ങനൊരു സ്ഥലം? ചിലർക്കൊക്കെ മനസ്സിലായി. താങ്ക് യു. അവിടെ 2-3 പെൺകുട്ടികൾ എന്തെല്ലാമോ കാരണം കൊണ്ട് കിളിനക്കോട് എന്ന ദേശത്തെക്കുറിച്ച് മോശമായിട്ടൊരു വീഡിയോ ഇട്ടു. നമുക്കതിൽ ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല വേണ്ടത്. അതിനുശേഷം ആ കമൻറ്റുകൾ നോക്കുമ്പോൾ മിക്കവാറും എല്ലാവരും ആ പെൺകുട്ടികളെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്കേ ഉള്ളൂ, വീട്ടിൽ അച്ചടക്കത്തോടു കൂടി വളർത്തിയിട്ടില്ല എന്ന്. ഞാൻ പറഞ്ഞതിൻ്റെ ഇപ്പം അത് എടുത്ത്, ആ കുട്ടികളുടെ ഭാഗത്ത് തെറ്റില്ലായിരുന്നു, അത് വിഷയം വേറെ. ആ കമൻറ്റ് ചെയ്തതെല്ലാം ശരിയല്ലായിരുന്നു, അതൊക്കെ വിഷയം വേറെ. പക്ഷേ പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു കമൻറ്റ് വന്നു. എന്തുകൊണ്ട്? ആ കുട്ടികൾ മോശമാണെന്നല്ല കേട്ടോ പറഞ്ഞത്, കുട്ടികളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നുമല്ല ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം. ഏതെങ്കിലും തരത്തിൽ ഒരു കുട്ടി മോശമായി പെരുമാറിയാൽ നമ്മൾ ആദ്യം പറയുന്നൊരു വാക്കാണ് വളർത്ത്. എന്താ മിണ്ടാത്ത? വളർത്ത് ദോഷം. ഇവിടെ അച്ഛൻ്റെ ആവശ്യം അച്ഛൻ പറയാതെ അന്വേഷിച്ചറിഞ്ഞ് അച്ഛനെ സർപ്രൈസ് ചെയ്തയാളാണ് ആര്? മകൻ. അതാണ് ഭീഷ്മാചാര്യർ. അത് കഴിഞ്ഞു. അവരിൽ ആ സത്യവതിക്ക് മകനുണ്ടാവുന്നു. ആ മകൻ മരിച്ചു പോകുന്നു. ആ മകന് വേണ്ടി ഭാര്യമാരെ കൊണ്ടുവന്നതും ഭീഷ്മാചാര്യരാണ്. മകൻ മരിച്ചു പോകുന്നു. അതിനുശേഷം ഇതേ സത്യവതി തന്നെ മകൻ്റെ ഭാര്യമാരിൽ പുത്രോത്പാദനം നടത്താൻ ഭീഷ്മാചാര്യരോട് പറയുന്ന സമയത്ത് ഭീഷ്മൻ പറയുന്നത്, അമ്മേ, ഞാൻ വ്രതമെടുത്തത് പാലിക്കാനാണ്, തെറ്റിക്കാനല്ല എന്ന്. മനസ്സിലാവുണ്ടോ? അത്രയ്ക്ക് പ്രഭാവശാലിയായിരുന്നു ആര്? ഭീഷ്മപിതാമഹൻ. ആ വ്രതം എടുക്കുന്ന ഏത് സമയത്ത്? ഇനി ഞാൻ വിവാഹം ചെയ്യുന്നില്ല, നൈഷ്ഠികമായ ബ്രഹ്മചര്യം ഞാൻ പാലിക്കാമെന്ന് പറയുന്ന സമയത്താണ് ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്ത് ഭീഷ്മൻ എന്ന പേര് കൊടുത്തത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭീഷ്മാചാര്യരെ അദ്ദേഹം ആ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഹസ്തിനപുരത്തിൻ്റെ രാജാവിനോട് എപ്പോഴും കൂറ് പുലർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് അർഹതപ്പെട്ട രാജ്യമാണ്. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള അടുത്ത തലമുറ തമ്മിൽ തല്ലി പ്രശ്നമുണ്ടാക്കിയത്. അപ്പോഴും അദ്ദേഹം അതിൽ കൂറ് പുലർത്തി നന്മയോടുകൂടി സത്യത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അദ്ദേഹം ജീവിച്ചു. അവസാനം അദ്ദേഹത്തെ കൊല്ലാനുള്ള ഉപായം വരെ അദ്ദേഹം പറഞ്ഞു കൊടുത്ത് അർജുനൻ്റെ ശരങ്ങൾ കൊണ്ടൊരു ശയ്യയുണ്ടായി, അതിനകത്താണ് കിടക്കുന്നത്. നമുക്കറിയാം അർജുനൻ്റെ ശരം എന്ന് വെച്ചാൽ കൂർത്ത മൂർത്ത ശരങ്ങളാണ്. ആ ശരങ്ങൾ കൊണ്ടൊരു ശയ്യ, അതിന് മുകളിൽ കിടക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് അസ്വസ്ഥമാണോ ശാന്തമാണോ? എന്താ വേണ്ടാത്ത? ശാന്തമാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്ത ഭാവത്തിന് മഹാഭാരതത്തിൽ ശാന്തി പർവ്വം എന്നാണ് പേര് കൊടുത്ത്. നമ്മുടെയൊക്കെ അവസ്ഥ എങ്ങനെയാണ്? മുട്ടിലൊരു ചെറിയൊരു വേദന വന്നാൽ മതി, ഔ അം ആ, റൈറ്റ്.
എന്താ ഇവിടെ പറഞ്ഞതിൻ്റെ താല്പര്യം? ഈ ദേഹോഹം എന്ന മതിയെ അതിജീവിക്കുന്നതാണ് സാധന. അത് സാധനയിലൂടെയേ കഴിയൂ. ആ സാധന അനുഷ്ഠിച്ചത് കൊണ്ടാണ് കുന്തിദേവിക്ക് ഈ ഏറ്റക്കുറച്ചിലുകൾ വന്നപ്പോഴും ഭീഷ്മന് ഇത്രയേറെ പ്രശ്നങ്ങൾ വന്നപ്പോഴും അതിൽ ഒരു വസ്തുവിനോടും താല്പര്യമില്ലാതെ അവനവൻ്റെ മനസ്സിനെ ശാന്തമായി പരിപാലിക്കാൻ പറ്റിയത്. ആ ഭീഷ്മാചാര്യൻ്റെ അടുത്തേക്ക് പോയിട്ടാണ് യുധിഷ്ഠിരൻ ധർമ്മോപദേശം കേൾക്കുന്നത്. ആ സമയത്ത് അവിടെ വന്ന ഋഷിമാരുടെ പേരുകളിവിടെ പറയുന്നുണ്ട്. ആരൊക്കെയാണ്? പർവ്വതൻ, നാരദൻ, ധൗമ്യൻ, ബാധരായണി, ബൃഹദശ്വൻ, ഭരദ്വാജൻ തുടങ്ങി ഒട്ടനവധി ഋഷിമാരവിടെ വന്നിരിക്കുകയാണ്. ആ ഋഷിമാരെല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. ഞാൻ എന്താ എടുത്തു പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത്രയേറെ ഋഷിമാരും ഭഗവാൻ പരബ്രഹ്മമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനും അവിടെ ഉണ്ടെങ്കിൽ പിന്നെ യുധിഷ്ഠിരൻ എന്തുകൊണ്ട് ഇവരോട് ചോദിച്ചുകൂടാ? എന്തുകൊണ്ട് ഭീഷ്മ പിതാമഹനിൽ നിന്ന് തന്നെ വാങ്ങിച്ചു എന്ന് ചോദിച്ചാൽ, അവിടെ ഒരു കാര്യം വളരെ സുവ്യക്തമാണ്. അദ്ദേഹം ഈ പറയുന്ന സാധനാ സമ്പ്രദായത്തിലൂടെ ജീവിതത്തിൽ കടന്നു പോയ ആളാണ്. ഏതാ സാധന സമ്പ്രദായം? ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ച ആളാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ രണ്ട് തരത്തിലുള്ളതാണ്. ഒന്ന് വിത്തേഷണ. അദ്ദേഹത്തിന് ആ നിമിഷം അച്ഛനെ വേണ്ടി ആ നിമിഷം അദ്ദേഹം ഉപേക്ഷിച്ചു രാജ്യത്തെ. പിന്നെ സെക്സ്, അതും അച്ഛന് വേണ്ടി അദ്ദേഹം ഉപേക്ഷിച്ചു. ഇന്നാണെങ്കിലോ ഇത് രണ്ടിനും വേണ്ടി അച്ഛനമ്മമാരെ കൊല്ലുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്? എന്താ മിണ്ടാത്തത്? അല്ലേ? ആണ്. അപ്പോൾ ഈ രണ്ട് ഏഷണകളെയും അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റി. വിത്തേഷ്ട, പുത്രേഷ്ട, ലോകേഷ്ട. താൻ അറിയപ്പെടണമെന്നൊരാഗ്രഹം അദ്ദേഹം ഒരിക്കലും കാണിച്ചില്ല. ഒന്നിൻ്റെയും നേതൃസ്ഥാനത്ത് വന്നില്ല. എപ്പോഴും ബിഹൈൻഡ് ദ കർട്ടൻ. ഈ മൂന്ന് ഏഷണകളെ ഉപേക്ഷിക്കുമ്പോഴാണ് ഒരുവൻ യഥാർത്ഥത്തിൽ ആത്മജ്ഞാനത്തിന് അർഹനാവുന്നത്. ഈ മൂന്ന് ഏഷണകളെയും പ്രതീകാത്മകമായിട്ടെങ്കിലും ഉപേക്ഷിച്ചിട്ടാണ് ഓരോരുത്തരും സന്യാസം സ്വീകരിക്കുന്നത് കേട്ടോ. സന്യാസം സ്വീകരിച്ചതുകൊണ്ട് മാത്രം ഉപേക്ഷിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. പ്രതീകാത്മകമായിട്ടെങ്കിലും ഉപേക്ഷിച്ചുകൊണ്ടാണ് സന്യാസത്തിലേക്ക് ഓരോ വ്യക്തികളും കടന്നു വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ആ ഭീഷ്മാചാര്യൻ്റെ അടുക്കിലേക്കാണ് അദ്ദേഹം പോയത്. ഭീഷ്മാചാര്യൻ്റെ അടുത്ത് അവിടെ ചെന്നിട്ട് ഇവരെല്ലാവരും ഉണ്ട്. അവിടെ ചെന്നു ഇവരെല്ലാവരെയും മനസ്സുകൊണ്ട് വേണ്ട വിധത്തിൽ എല്ലാവരെയും ഉപചരിച്ചതിന് ശേഷം ആ ഭഗവാൻ ശ്രീകൃഷ്ണനെ നോക്കിയിട്ട് പറയണം, കൃഷ്ണം ച തത് പ്രഭാവജ്ഞ. കൃഷ്ണൻ്റെ മാഹാത്മ്യത്തെ മനസ്സിലാക്കിയിട്ടുള്ള ആ ഭഗവാൻ ഹൃദയസ്ഥം പൂജയാമാസ, മനസ്സുകൊണ്ട് ഭഗവാനെ പൂജിച്ചു. എന്നിട്ട് പറയാണ്, പാണ്ഡുപുത്രന്മാരായിട്ടുള്ള നിങ്ങൾക്ക് അഹോ കഷ്ടം, വളരെ കഷ്ടമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങളുടെ കൂടെയൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വന്നുവല്ലോ, അതെല്ലാം വളരെ കഷ്ടമാണ്. അതിനുശേഷം പറയുന്നു, സർവം കാലകൃതം മന്യേ, എല്ലാം കാലത്തിൻ്റെ ചെയ്തികളാണ്. കാലം എന്ന് പറഞ്ഞാൽ ആരാണ്? ഈശ്വരൻ തന്നെയാണ്. അപ്പോൾ ഈശ്വരൻ്റെ ചെയ്തികളാണ് ഇതെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നവിടെ പറയുകയാണ്. എന്താ അവിടെ ഉദ്ദേശിച്ചത്? ഇവിടെ ഉദ്ദേശിച്ചതിൻ്റെ താല്പര്യം ഇതാണ്. ഇതേ വാക്ക് തന്നെ കുന്തിദേവിയും ഇവിടെ പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? മന്യേത്വാം കാലം ഈശാനം. അങ്ങ് കാലമാണ്, സമയമാണ്. എന്നുവെച്ചാൽ എല്ലാ കാര്യങ്ങളും നേരത്തെ ചിട്ടപ്പെടുത്തിയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആരാ ഒരു ഭക്തൻ എന്ന് ചോദിച്ചാൽ, അവനവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിച്ച് അവനവനിൽ ഒരു ഇഷ്ടാനിഷ്ടങ്ങളൊന്നുമില്ലാതെ അവനവൻ്റേതായിട്ട് ഒന്നുമില്ലാതെ, അതുകൊണ്ടാണ് അകിഞ്ചനൻ എന്ന് പറയുന്നത്. ആ അകിഞ്ചനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് മക്കളെ നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ടത്. മുത്തശ്ശൻ പൗത്രന്മാർക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. എല്ലാം കാലകൃതം മന്യേ, നമ്മളുടെ നിയന്ത്രണത്തിലല്ല, എല്ലാം ഈശ്വരാധീനമാണ്. അതുകൊണ്ട് എപ്രകാരമാണോ വായു മേഘങ്ങളെ തട്ടി പല ഭാഗത്തേക്ക് എത്തിക്കുന്നത്, അതുപോലെ കാലത്തിൻ്റെ പ്രഭാവം കൊണ്ട് നമ്മളെല്ലാം പല വഴിക്ക് ചിന്തിക്കുന്നു, സംസാരിക്കുന്നു, പല വഴിക്ക്
നീങ്ങുന്നു. അതുകൊണ്ട് നമ്മൾ ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. തസ്മാദിതം ദൈവതന്ത്രം, ദേവൻ്റെ ഇച്ഛയെ പരിപാലിക്കാൻ നമ്മൾ പഠിക്കണം. അപ്പം എന്താ ഒരു സാധന? ഏത് കാര്യം പറയുമ്പോഴും അവിടെ ഒരു 3 കാര്യങ്ങൾ നമ്മൾ ഏത് കാര്യം പറയുമ്പോഴും എന്നുള്ളതിനേക്കാളേറെ ഈ നമ്മുടെ പുസ്തകങ്ങളിൽ, നമ്മുടെ ശാസ്ത്രങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത് അവിടെ 3 കാര്യങ്ങൾ സൈമൾട്ടേനിയസ് ആയിട്ടോ അല്ലെങ്കിൽ ഗ്രാജുവലായിട്ടോ നടക്കേണ്ട കാര്യങ്ങളുണ്ട്. 3 എണ്ണം. എന്താണ്? ഒന്ന്, കേൾക്കുക. ഇൻഫർമേഷൻ കേട്ടതിന് ശേഷം ഇൻ്ററാക്ഷൻ, അതുമായിട്ട് നമ്മളൊന്ന് ബന്ധപ്പെടണം. എന്താ ബന്ധപ്പെടേണ്ടത്? ഇതെങ്ങനെ എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാം? ഇൻ്ററാക്ഷൻ. മൂന്നാമതൊരു കാര്യം വരുന്നു ഇംപ്ലിമെൻറ്റേഷൻ. അതെൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാകുക. അപ്പോൾ 3 കാര്യങ്ങളാണ്. ഒന്ന് ഇൻഫർമേഷൻ, പിന്നെ ഇൻ്ററാക്ഷൻ, പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ. ഈ 3 കാര്യങ്ങൾ വെച്ച് വേണം നമ്മൾ ഈ പുസ്തകത്തെ സമീപിക്കാൻ. അപ്പോൾ ഇവിടെ ഉപദേശം കൊടുത്തു. ഉപദേശം എന്തിനാണ്? കേൾക്കാനുള്ളതല്ല. സാധാരണ നമ്മളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ സന്തോഷം. ടി വി എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? ടി വി കണ്ടിട്ടില്ലേ? എന്തിനാ? കാണാനാ. ലഡ്ഡു എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? കഴിക്കാനല്ല. ഷുഗർ ഇല്ലാത്തവർക്ക് കഴിക്കാനും ഷുഗർ ഉള്ളവർക്ക് വെള്ളം ഇറക്കാനും. ടി വി എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? കാണാനാണെന്ന് പറയും. പ്രഭാഷണം എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? കേൾക്കാനാണെന്ന് പറയും. കേൾക്കൽ മാത്രമേ ഉള്ളൂ. ഇൻറ്ററാക്ഷനും ഇല്ല, ഇംപ്ലിമെൻറ്റേഷനും ഇല്ല. കേൾക്കും, അതൊന്ന് ഇൻ്ററാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ ഇവിടെ പറഞ്ഞത്? നീ അങ്ങനെ വേണം വളരാൻ. എങ്ങനെ വേണം വളരാൻ? സർവം കാലകൃതം മന്യേ. നീ ഇപ്പോൾ എല്ലാവരും മരിച്ചു എന്നുള്ള ദുഃഖമുണ്ടല്ലോ, അത് കാലം ചെയ്തതാ പൊന്നു. നീ അതിനെക്കുറിച്ച് എന്തിനാ വെറിയിടാവണേ? നിന്നെ കാലം അതിനൊരു ഉപകരണമാക്കി. അതുകൊണ്ട് ഫീൽ ഫ്രീ, ശാന്തമായിട്ടിരിക്കൂ. അതെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെയും കുറേ ഉപദേശങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഭഗവാൻ എങ്ങനെയാണ്? സർവാത്മഹ സമദൃശി, എല്ലാ ഭാഗത്തും വ്യാപിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഉണ്ടെങ്കിലും എല്ലാവരെയും ഒരുപോലെ കാണുന്നയാളാണ്. ഒരുപോലെ കാണുന്നത് വേറെ, ഒരുപോലെ പ്രവർത്തിക്കുന്നത് വേറെ കേട്ടോ. ഒരുപോലെ കാണുന്നത് ഒരാൾക്ക് ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയില്ല. ഒരു ഉദാഹരണം ഞാൻ തരാം. 2 കുട്ടികളുണ്ടെന്ന്, ഇരട്ടകളാണെന്ന് വിചാരിക്കുക. ഒരിക്കൽ ഞാൻ ഇതുപോലെ ഒരു ഭാഗത്ത് പോയി പറഞ്ഞു. ഒരു ഭാഗത്ത് പോയി നോക്കിയപ്പോൾ 2 കുട്ടികൾ ഒരേപോലെ ഉണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ആ പിള്ളേരോട് ചോദിച്ചു, നിങ്ങളെ ഇരട്ട പെറ്റതാണോ എന്ന്. അപ്പോൾ ഒരു ആൺകുട്ടിയാണ്. അവനെങ്ങനെ വിവേകാനന്ദ സ്വാമിയുടെ സ്റ്റൈലിൽ കയ്യൊക്കെ ഇങ്ങനെ മടക്കി കെട്ടിയിട്ട് പറഞ്ഞു, സ്വാമി ഞങ്ങളെ ഇരട്ടയല്ല പെറ്റതൊരാളാണ്, പെറ്റപ്പിള ഇരട്ടയായേന്ന്. വില്ലന്മാർ പെറ്റതൊരാളെ പെറ്റപ്പിളാണ് ഇരട്ടിയായി. വില്ലന്മാരാ? ഓക്കെ, കൂൾ. അപ്പോൾ നമുക്ക് സപ്പോസ് അങ്ങനെ ഒരു ഇരട്ട കുട്ടികളുണ്ടെന്ന് എടുക്കുക. ഒരു ആൺകുട്ടി, ഒരു പെൺകുട്ടി. 20 വയസ്സായിട്ടുള്ള കുട്ടികൾ നമ്മൾ തൽക്കാലം വ്യാസിൽ വന്ന് പഠിക്കണമെന്ന് വിചാരിക്കുക. ആ വ്യാസിൽ വന്ന് പഠിക്കുന്ന സമയത്ത് ആ കുട്ടികളെക്കുറിച്ച് എന്തെങ്കിലും മോശമായിട്ടൊരു കമൻറ്റ് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, പെൺകുട്ടി വീട്ടിൽ വന്ന് അമ്മയോട് പറയും, അമ്മ എങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അമ്മ എന്ത് ചെയ്യും? അവളുടെ ഒരുപക്ഷെ തലമുടിയിലൊക്കെ ഒന്ന് ഇങ്ങനെയാക്കി, പോട്ടെ പൊന്നു സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കും. ആൺകുട്ടിയോട് അത് ചെയ്യുമോ അമ്മ? എന്താ മിണ്ടാത്തേ? ചെയ്യില്ല. എന്താ അമ്മയ്ക്ക് 2 ദൃക്കുണ്ടായിട്ടാണോ? അല്ല, 2 പേരോടും ഒരുപോലെ സ്നേഹമാണ്. ഒരേ കാഴ്ചപ്പാടാണെങ്കിലും പെരുമാറ്റത്തിൽ 2ആണ്. അല്ലേ? എന്താ മിണ്ടാത്തേ? ആന്നേ. പെൺകുട്ടിക്ക് 20 വയസ്സായിട്ടുള്ള പെൺകുട്ടി കോളേജിൽ പോകുമ്പോൾ വേണമെങ്കിൽ അമ്മ ഒന്ന് മുടിയൊക്കെ ഒന്ന് പിഞ്ഞി കൊടുത്തതെന്ന് വരും. ആൺകുട്ടിക്ക് ചെരുപ്പ് കൊടുത്ത് കൊടുക്കുമോ? 10 വയസ്സ് കഴിഞ്ഞാൽ അവനെ അമ്മയെ ഓടിക്കും. അവൻ അമ്മയ്ക്ക് സ്നേഹത്തിൻ്റെ കുറവാ? ദൃഷ്ടിയുടെ കുറവാ? അല്ല, ദൃഷ്ടി ഒന്നാണെങ്കിലും വ്യവഹാരം 2ആണ്. അപ്പോൾ ഈശ്വരൻ സർവ്വതുക്കാണ്. എല്ലാവരോടും സമദൃശ്യമാണ് ഈശ്വരനുള്ളതെങ്കിലും സമത്തിലല്ല പ്രവർത്തിക്കുക. അങ്ങനെ അതെല്ലാം പറഞ്ഞതിന് ശേഷം അപ്പോൾ യുധിഷ്ഠിരൻ ചോദിക്കുന്നുണ്ട്, ദാനധർമ്മം എന്താണ്, ഭഗവത് ധർമ്മം എന്താണ്, മോക്ഷധർമ്മം എന്താണ്? ഇതെല്ലാം ചോദിച്ചതിന് ശേഷം ഭഗവാന്റെ വിവിധങ്ങളായ ഭാവങ്ങളെക്കുറിച്ച് ഉള്ള ഒരു എന്താ പറയുക, ഒരു കോണ്ടംപ്ലേഷനാണ് ഇവിടെ അവസാന സമയത്ത് നമ്മുടെ ഭീഷ്മാചാര്യർ ചെയ്യുന്നത്. നമ്മൾ ആലോചിക്കുക, ഭീഷ്മാചാര്യർ കിടക്കുന്നത് എവിടെയാണ്? ശരശയ്യയിലാണ്. എത്ര ദിവസമായി? കുറേ ദിവസമായി. എന്നായിരുന്നു മഹാഭാരത യുദ്ധം നടന്നത്? വളരെ സിമ്പിളാണ്. ഗുരുവായൂർ ഏകാദശി ദിവസം. അതെങ്ങനെ സിമ്പിളായ? അന്നാണ് ഗീത ജയന്തി. അതിനുശേഷം മകരസംക്രമം വരെ, ഉത്തരായണ കാലം വരുന്നവരെ കിടക്കുകയുണ്ടായി.
അപ്പോൾ കുറേ ദിവസം ഇങ്ങനെ രക്തം മുഴുവൻ വാർന്നൊലിച്ച് ശരീരത്തിൽ പ്രാണൻ മാത്രം നിൽക്കുന്നൊരവസ്ഥയാണ്. എന്നിട്ടും മനസമാധാനത്തിനും മുഖത്തെ പുഞ്ചിരിക്കും അകത്തെ ശാന്തതയ്ക്കും ഒരു കോട്ടവും വന്നോന്നാ ഇല്ലെന്നാ? വന്നിട്ടില്ല. എവിടെ നിന്ന് കിട്ടി ഈ ബലം? ചെറുപ്പത്തിലെ ശീലിച്ച സാധന. ഇന്ന് നമ്മൾ പരിഷ്കാരത്തിൻ്റെ പേരിൽ പഴയ ആചാരങ്ങളെല്ലാം കാലഹരണപ്പെട്ടതാണെന്നും ജീർണിച്ചതാണെന്നും സമൂഹത്തെ പല നൂറ്റാണ്ടുകളിലോട്ട് പിൻവലിക്കുന്നതാണെന്നും എന്ന് പറഞ്ഞ് അതിനെ പരിഹസിച്ച് പുച്ഛിച്ച് തള്ളുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അത് തള്ളുന്നതെന്ന് ചോദിച്ചാൽ അതിനൊറ്റ മറുപടിയുള്ളൂ. കാരണം പഴയ രീതിയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ, ആ സംസ്കാരത്തോടുകൂടി ജീവിക്കണമെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കണം. ഈസ് ദാറ്റ് ക്ലിയർ? ഒരു ഉദാഹരണം എടുക്കാം. 41 ദിവസം വ്രതമെടുത്ത് ശബരിമലയ്ക്ക് പഴയ രീതിയിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്തും ചെരുപ്പിടാതെ നടക്കണം. അപ്പോൾ നമ്മളവിടെ കോംപ്രമൈസ് ചെയ്തു. എന്തിനെ? ഇന്ദ്രിയങ്ങളെ അടക്കുന്നതിൽ കോംപ്രമൈസ് ചെയ്തു. അപ്പോൾ സത്യത്തിൽ എന്താ ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത്? പുരോഗമനം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന പലതും ഇന്ദ്രിയങ്ങളുടെ പോഷണമാണ്, നിയന്ത്രണമല്ല. ഇന്ദ്രിയങ്ങളെ പോഷിപ്പിക്കുന്ന ഒരാൾക്ക്, ഇന്ദ്രിയങ്ങളെ അതിൻ്റെ വിഷയങ്ങളിലോട്ട് അല്ലെങ്കിൽ അതിനനുസരിച്ച് തുള്ളാൻ അനുവദിക്കുന്ന ഒരാൾക്ക് ഗ്യാരണ്ടി പറയുക, മനസ്സമാധാനം ഉണ്ടാവില്ല. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരാൾക്ക് അതുണ്ടാവൂ. ആ നിയന്ത്രണം എപ്പോൾ കൊണ്ടുവരണം? ചെറുപ്പത്തിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ടാണ് ഇവിടെ ഈ വെക്കേഷന് ഇത് വെച്ചിരിക്കുന്നത്, ഈ സത്രം വെച്ചിരിക്കുന്നത്. 2 കാരണങ്ങളാണ്. ഒന്ന്, അമ്മമാർ ഫ്രീ ആവും, അച്ഛന്മാർ ഫ്രീ ആവും. 2, കുട്ടികൾക്കും അതിലൊരു താല്പര്യം ജനിക്കണം. അതിനു വേണ്ടിയിട്ടാണ് സ്വാമിജിമാർ ഇത്രയും കഷ്ടപ്പെട്ട് ഈ കുട്ടികളെ കൊണ്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കുന്നതും കോമ്പറ്റീഷൻ നടത്തുന്നതും ചിത്രരചന നടത്തുന്നതെല്ലാം കുട്ടികൾക്ക് ഏനകേന പ്രകാരേണ ഒരു താല്പര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. ആ താല്പര്യം വർദ്ധിച്ച് ഇന്ദ്രിയങ്ങളിൽ പൂർണ്ണ നിയന്ത്രണം വന്ന ഒരാളാണ് ഭീഷ്മാചാര്യർ. അദ്ദേഹം ഈശ്വരനെ അറിഞ്ഞയാളാണ്. അതുകൊണ്ട് ശരശയ്യയിൽ കിടക്കുമ്പോഴും അദ്ദേഹത്തിന് മനസ്സമാധാനത്തോടുകൂടി ശാന്തചിത്തനായിട്ട് ഭഗവാനെ ധ്യാനിക്കാൻ കഴിയുന്നു. എങ്ങനെ? ഭഗവാൻ അതുവരെ ജീവിച്ച പല ഭാവങ്ങളിൽ അദ്ദേഹം ധ്യാനിക്കുകയാണ്. നിരായുധനായിട്ടും എൻ്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടി ആ ചക്രം എടുത്തിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനെ ഞാൻ ധ്യാനിക്കുന്നു. അതുപോലെ അത് കുന്തിദേവിയും പറയുന്നുണ്ട്, ഭഗവാൻ അങ്ങ് എല്ലാറ്റിൻ്റെയും നാഥനാണെങ്കിലും യശോദാമ്മയുടെ മുമ്പിൽ ആ കിണിങ്ങി ദേഷ്യവും ഭയവും അഭിനയിച്ച ആ മോഹവും ഉണ്ടല്ലോ, അതെൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല എന്ന് കുന്തിദേവിയും പറയുന്നുണ്ട്. ഏതാണ്ട് അതുപോലെ തന്നെ ഭീഷ്മാചാര്യരും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ സാധനയിലൂടെ നിയന്ത്രിക്കുമ്പോൾ മാത്രമേ ആധ്യാത്മികമായ ഒരു ഉയർച്ചയുണ്ടാവുള്ളൂ. ആ ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയുന്നത് വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും എടുക്കലാണ്. വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും എടുക്കുമ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളെയും നമ്മൾ വശത്താക്കാൻ ശീലിക്കും. അതിന് നമുക്ക് പ്രേരണ നൽകുന്നതും പ്രചോദനം നൽകുന്നതുമാണ് ഇത്തരം പുസ്തകങ്ങളെല്ലാം തന്നെ. അതിൽ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി പറയാം, നമ്മുടെ സത്രം അതിൽ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ദ്രിയ നിഗ്രഹമാണ് ഭാഗവതത്തിൻ്റെ ധർമ്മം. ഇന്ദ്രിയ പ്രീതിയല്ല എന്ന് മനസ്സിലാക്കി സാധന ചെയ്യാൻ നമ്മളെല്ലാവരെയും ഭഗവാൻ മഹാവിഷ്ണു പ്രചോദിപ്പിക്കട്ടെ, പ്രേരണ നൽകട്ടെ. ഗുരുക്കന്മാരുടെ ബാബാജിയുടെയും പുരുഷോത്തം സ്വാമിജിയുടെയും ശാന്താദേവി മാതാജിയുടെയും എല്ലാവരുടെയും അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി.